വിവാഹം. അപ്പം വിവാഹം വേണോ വേണ്ടയോ എന്നുള്ളതാണ് സംശയം. ആത്മീയപരമായ താല്പര്യമുള്ള ആൾ, ആത്മസാക്ഷാത്കാരം. പലപ്പോഴും ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. നമ്മുടെ ഡിസൈർ ഫുൾഫിൽ ചെയ്യണോ വേണ്ടയോ? നമസ്തേ. ശ്രീധരൻ നമ്പൂരി തപോവൻ. അഘോരി എന്ന മാൻകൈൻഡ് ലിറ്ററേച്ചർ പുറത്തിറക്കിയ നോവൽ വാങ്ങി വായിച്ച് അതിൻ്റെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങളോട്ടുള്ള പുതിയ എഴുത്തുകാർക്ക് അത് വളരെ വലിയൊരു മൈലേജ് തരും. പ്രധാനമായിട്ടും അഘോരികളെ നാഗാ സന്യാസിമാർ അവരുടെ ജീവിതം അടിസ്ഥാനമാക്കിക്കൊണ്ട് രചിച്ചിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ നോവലാണ് അഘോരി. മാത്രമല്ല, ഈ നോവലിലൂടെ ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു ബോധ നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെ ജീവിത വിജയം നേടാമെന്ന്, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരപരമായിട്ട് എങ്ങനെ ഒരാൾക്ക് വളരാമെന്ന് വളരെ ലളിതമായി വരച്ചു കാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ ഓരോ താളുകളും മറിച്ച് വായിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് അല്ലെ ഒരു മിനിറ്റ് മുടക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടണം. എനിക്കും ഇത് വായിക്കുന്നവർക്കും ഏതെങ്കിലും രീതിയിലൊരു ആസ്വാദനപരമായിട്ടോ അല്ലെങ്കിൽ അറിവുപരമായിട്ടോ ആത്മീയപരമായിട്ടോ ബോധപരമായിട്ടോ വളർച്ചാപരമായിട്ടോ എങ്ങനെയെങ്കിലും ഒരു പ്രയോജനം, എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടണമെന്ന് വെച്ചിട്ടാണ് ഇതിലെ ഓരോ താളുകളും എഴുതാൻ ശ്രമിച്ചത്. കാരണം നിങ്ങളുടെ വിലയേറിയ സമയത്തിന് അത്രയും വാല്യൂ ഞാൻ കാണുന്നു. നിങ്ങൾ മാറ്റിവെക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മരിച്ചു പോകുന്നതിനിപ്പുറം മാറ്റിവെക്കുന്ന നിങ്ങളുടെ വിലയേറിയ ഒരു മിനിറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങേയറ്റം അത് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരവസരമായി ഈ നോവലിലൂടെ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് മാക്സിമം നമ്മൾ ആത്മാർത്ഥമായി അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അത് പറയേണ്ടത് നിങ്ങളാണ്. അത് ഫലപ്രാപ്തിയിലെത്തിയോ ഇല്ലയോ എന്ന് പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടെ നമ്മൾ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു നോവലിൽ AI ചിത്രങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തുള്ള ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രിൻ്റ് അടിച്ച് വന്നിട്ടുള്ളതിലെ കഥാപാത്രങ്ങളെയും നോവലിലെ കഥാസന്ദർഭങ്ങളെയും ഒക്കെ. പ്രധാനമായിട്ടും ഇതിലൂടെ നമ്മൾ പറയുന്ന ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന നാഗാ സന്യാസിമാർ നമ്മൾ അറിയപ്പെടാതെ എവിടെയുണ്ട്. ഹിമാലയ സാനുക്കളിൽ കുംഭമേളയ്ക്ക് മാത്രം പുറത്തേക്ക് വരുന്ന ഇവർ എന്ത് കഴിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, ഇതിനെ എവിടെയാണുള്ളത്? നമ്മളൊരു വീഡിയോ ഫോട്ടോ ഒന്നും കാണുന്നില്ല. അപൂർവമായി വഴിതെറ്റി നടക്കുന്ന ചില ആൾക്കാരെ കാണുന്നല്ലാതെ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള യാതൊരു കാര്യങ്ങളും നമുക്കറിയില്ല. എന്നാൽ ഈ നോവലിൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നു. അവരുടെ ജീവിത രീതികൾ ഒക്കെ ഈ കഥാപാത്രങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുന്നു. അവരുടെ കാഴ്ചപ്പാട്, ഫിലോസഫി, അതുപോലെ സാധനകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇതിൽ വിശദമായി പരാമർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ വേറിട്ട ഒരു അനുഭവം എല്ലാവർക്കും ഈ നോവലിലൂടെ ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഏവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ വാസനകളെ ഒഴിവാക്കണമെന്ന് പറയുന്നത്, വാസനകളെ ഫുൾഫിൽ ചെയ്യണമെന്ന് പറയുന്നത്, ഇത് നമ്മൾ കോൺട്രഡിക്ടറായിട്ട് ചിലപ്പോൾ തോന്നും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വാസനകളാണ് ജനിക്കുക, ആഗ്രഹങ്ങളാണ് ആകത്തുകയാണ് വാസന, ആഗ്രഹങ്ങളുടെ ആകത്തുകയാണ് വാസന, വാസനകളുടെ ആഗ്രഹങ്ങളുടെ ആകത്തുകയാണ് ആത്മാവ്, സോള്. അത് ഈ വാസന ഫുൾഫിൽ ചെയ്യുന്നവരെ ജന്മം എടുത്തുകൊണ്ടിരിക്കും. ശങ്കരാചാര്യസ്വാമികളിലൊക്കെ പോയിട്ട് അത് സെക്സും കൂടെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞ കഥയൊക്കെ കേട്ടിട്ടില്ലേ? ഡിസയറെ ഫുൾഫിൽ ചെയ്യാം. അപ്പോൾ വാസന അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളെ അനുഭവിക്കാനുള്ള തീവ്രമായ ആഗ്രഹമാണ്.
പൂർണ്ണമായ കാഴ്ച, മൈൻഡിൻ്റെ ശല്യമില്ല. അപ്പോൾ നമ്മൾ സീനറി എന്ത് രസമാണ്, ആനന്ദമുണ്ട്, സമാധിയുടെ ഒളിവട്ടം കിട്ടും. ഫുഡ് കഴിക്കുമ്പോൾ പൂർണ്ണമായി എൻജോയ് ചെയ്തിട്ട് ആ ടേസ്റ്റിലേക്ക് ലയിച്ച് ധ്യാനാത്മകമായിട്ട് കഴിക്കുമ്പോൾ ഈ എന്തൊരു ടേസ്റ്റാണ്, ചത്താലും മതി, ജന്മമരണ ചക്രങ്ങൾ താല്പര്യമില്ല. കാരണം ഞാൻ ആനന്ദ സ്വരൂപനാണെന്ന് ഫുഡിലൂടെ ബാഹ്യബോധം ആന്തരിക ബോധത്തിലേക്ക് കണക്റ്റായി. ധ്യാനം സംഭവിച്ചു, ധാരണ, ധ്യാനം, സമാധി സംഭവിച്ചു, അഷ്ടാംഗ യോഗയിലെ അന്തരംഗ സാധന സംഭവിച്ച് ഒരു നിമിഷം സമാധി കിട്ടുന്നതാണ് ഈ സുഖം എന്ന് പറയുന്നത്. സുഖം കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. 24 hours ഈ സുഖം കണ്ടിന്യൂ ചെയ്യുന്നത്, ദുഃഖമാവുന്നില്ല. ദുഃഖമാവുന്നതുകൊണ്ടാണ് അതിന് സുഖം എന്ന് പറയുന്നത്. ആനന്ദം എന്ന് പറയാത്തത്, ആനന്ദം ശാശ്വതമായിട്ട് ഈ സുഖം നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. അത് ഒരു സെൻസിൽ കൂടെ ഒരു ഇതുണ്ടാവുന്നത് 5 സെൻസിലും വർക്ക് ചെയ്യുന്നു. സെക്സിൽ അതാണ് ആൾക്ക് ഇത്ര അഡിക്ഷൻ അതിനകത്തോട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഡിസയർ എന്ന് പറയുന്ന സാധനം ഉള്ളിടത്തോളം നമ്മൾ ജന്മം എടുത്തുകൊണ്ടേയിരിക്കും അനന്തമായിട്ട്. കാരണം ഈ ആഗ്രഹങ്ങളാണ് ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. മനുഷ്യനല്ല, ജീവനുള്ളത് ആഗ്രഹങ്ങൾക്കാണ്. അപ്പോൾ ആ സോള് ഡീകോഡ് ചെയ്യപ്പെട്ട് ആകാശ തത്വത്തിലേക്ക് ലയിക്കണമെങ്കിൽ ഡിസയർ ഉണ്ടേ പറ്റത്തില്ല. കാരണം ഒരു സോള്, ആത്മാവ് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ ചെയ്യുന്നതാണ്. ശരീരമുള്ള ഒരു ആത്മാവ്, ജലതത്വം, ഭൂമിതത്വം, ഈ ശരീരം അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം എന്ന് പറയുന്നതാണ്. അല്ല, അഗ്നി, വായു, ആകാശം, പഞ്ചഭൂതങ്ങളിൽ. ജലതത്വം, ഭൂമിതത്വം ഇത്. അഗ്നി, ജലം, വായു, ആകാശം, ഭൂമിയാണല്ലോ പഞ്ചഭൂതങ്ങൾ. അങ്ങനെയല്ലേ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. അത് ജലതത്വം, ഭൂമിതത്വമാണ് ഈ കാണുന്ന ശരീരം. അഗ്നി, വായു, ആകാശം എന്ന് പറയുന്ന മനസ്സ്, അത് വിഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. മരിക്കുമ്പോൾ ഇത് രണ്ടും വെള്ളത്തിലോടും കഷ്ണത്തിലോടും ചേരും, മണ്ണിനോടും ചേരും. അത് വിഘടിക്കാൻ നിൽക്കുന്ന എന്നെ കൊണ്ട് ഈ സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയോടെ ചേർന്ന ആത്മാവാണ്. അത് പ്രാണനാണ്, അഗ്നിയാണ്, വായു, ആകാശം, 3 ചേരുന്നത്. ഇത് ഡീകോഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് മൊത്തം ഡീകോഡ് ചെയ്യുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിൽ നിന്ന് വായു വേർപെടണം, അഗ്നി വേർപെടണം, എന്നിട്ട് ആകാശ തത്വത്തിലേക്ക് ലയിക്കണം, പ്രപഞ്ചമായിട്ട് നമ്മൾ തീരണം. എന്നാണ് ശ്രീവിദ്യയിലെ ബ്രഹ്മാണ്ട പിണ്ടാണ്ട ഐക്യം ഉണ്ടാക്കാനായിട്ട് ആകാശനാശം, നക്ഷത്രന്യാസം, ഗ്രഹന്യാസം ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിലുള്ള തടസ്സം നമ്മുടെ വ്യക്തിത്വമാണ്, അത് വിഘടിക്കപ്പെടും. അപ്പോൾ അത് ധ്യാനത്തിലൂടെയാണ് വിഘടിപ്പിക്കപ്പെടുന്നത്. പഞ്ചഭൂതങ്ങളെ പൂർണ്ണമായിട്ടും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇത് വിഘടിക്കപ്പെടും. നല്ല ടച്ച്, സ്പർശം, അത് ഭൂമിതത്വമായിട്ട് ബന്ധപ്പെട്ട ആത്മാവിൻ്റെ ടച്ച്, സ്മെല്ല്, ആകാശതത്വം, വായുതത്വവുമായി ബന്ധപ്പെട്ട സ്മെല്ല്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ അഗ്നി, കാഴ്ച, ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളുമായി ഉള്ള ബന്ധം മനസ്സിന്റെ ശല്യമില്ലാതെ പൂർണ്ണമായി എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഉള്ളിലെ ആനന്ദമയ കോശമായ ആകാശതത്വത്തെ നമ്മൾ അറിയുന്നത്. അതാണ് ശിവബോധം എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ പാടുള്ള കാര്യം. ഈ ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലൂടെ മൈൻഡില്ല, നമ്മുടെ മൈൻഡ് ഇല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യാം. പൂർണ്ണമായും തോട്ട്ലെസ് ആകുമ്പോഴേ ഈ എക്സ്പീരിയൻസിന് പൂർണ്ണത വരത്തുള്ളൂ. ഇപ്പം ഞാൻ ഇങ്ങനെ എന്റെ കാഴ്ച പൂർണ്ണമാവോ, എന്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നു, ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു. ഹലോ, ചിന്തയിലാണ്, ചിന്തകളിലാണ്. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് നടക്കുന്നില്ല. അല്ലെങ്കിൽ ടച്ച്, വിളിച്ചാലൊന്നും അറിയത്തില്ല, ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിളിയ, ഹലോ, നിന്നെയാ, ഇങ്ങനെ തിരിക്കുമ്പോഴാണ് എന്താ. അപ്പം ചിന്തയിലാണ്, ചിന്ത ഭാഷ ഫ്യൂച്ചറുമാണ്. ഇന്ദ്രിയങ്ങൾ പ്രസന്റിലാണ് അനുഭവിക്കുന്നത്. ഫ്യൂച്ചറിൽ ശ്വസിക്കാൻ പറ്റും, പാസിൽ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും, സ്മെല്ല് ചെയ്യാൻ പറ്റും, കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. എല്ലാ ഇന്ദ്രിയ സംവേദനങ്ങളും നമ്മൾ അനുഭവിക്കുന്നത്, ആത്മാവ് അതിൻ്റെ ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പ്രസന്റിൽ പഞ്ചഭൂതങ്ങളെ അനുഭവിച്ചു കൊണ്ടാണ് അതിൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവ്. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളുള്ള പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉണ്ടായിട്ടുള്ള ഒരു ശരീരം വേണം. പഞ്ചഭൂതങ്ങൾ ചേർന്ന ഒരു ശരീരമാണിത്. പ്രപഞ്ചത്തിന്റെ പഞ്ചഭൂതങ്ങളെ ഈ ശരീരത്തിൽ കൂടെ ആണ് അനുഭവിക്കുന്നത്. അപ്പൊ ശരീരം ഒരു ഡിവൈസ് മാത്രമാണ്. എന്ത്?
സോളിന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ എക്സ്പീരിയൻസ് അടിസ്ഥാന തത്വങ്ങളായ പഞ്ചതന്മാത്രകളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിപ്പിക്കുന്നു. ഇത് ശബ്ദസ്പർശ രൂപരസ ഗന്ധം, ശബ്ദം ശബ്ദം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ജലാന്ത പൂജയിൽ ചെയ്യുന്നത് ആണ്. അത് എന്ന് ഇയാള് വാങ്ങിച്ചു തരാമോ? നമ്പൂരിക്ക് പറയുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായോ? പഞ്ചതന്മാത്ര സഹായകായ നമ ദേവിയുടെ കയ്യില് ഉള്ള ഈ പഞ്ചതന്മാത്രകള് മനസ്സിലാവും. പഞ്ചതന്മാത്രകൾ പഞ്ചഭൂതങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ശ്രീചക്രം. അതെ അതെ. നീ ഒപ്പിട്ടാണോ വാങ്ങിച്ചത്? ആണോ? എങ്ങനെ ഒപ്പിട്ടു? അന്നേരം പഞ്ചതന്മാത്രകള് മനോരൂപേക്ഷു കോതണ്ട പഞ്ചതന്മാത്ര സഹായക. മനസ്സിന്റെ രൂപമായ വില്ല്, പഞ്ചതന്മാത്രകളാകുന്ന 5 അമ്പുകൾ സഹായക പുഷ്പബാണങ്ങളാണ് കാമദേവൻ. അപ്പൊ കാമദേവൻ ഡിസയറിനെ സൂചിപ്പിക്കുന്നതാണ്, ആഗ്രഹങ്ങൾ, വാസനകൾ. അപ്പൊ പഞ്ചതന്മാത്രകളാകുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഇത് അന്തരീക്ഷത്തിലുള്ളതല്ലേ? ശബ്ദം, ശബ്ദമുണ്ട്, ഓങ്കാരം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ സംഭവങ്ങൾ ശരിക്കും തന്മാത്രകളാണ് ഏറ്റവും സൂക്ഷ്മമായതെന്ന്. പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മാവസ്ഥയിലുള്ളതാണ് ഈ പഞ്ചതന്മാത്രകൾ. ഈ പഞ്ചതന്മാത്രകള് ബോധത്തിലേക്ക് കൊണ്ടുവന്ന് തട്ടിക്കുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ ശരീരം. പഞ്ചേന്ദ്രിയങ്ങളുടെ ഈ മിഷൻ അല്ലേ? അപ്പൊ കാഴ്ച, അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടാകുന്ന ശബ്ദം എന്ന് പറയുന്നത് ആകാശ തത്വമാണ്. അതുമായി ബന്ധപ്പെട്ടതാണ് ശബ്ദം. പഞ്ചേന്ദ്രിയങ്ങളില്, പഞ്ചഭൂതങ്ങളില് ആകാശ തത്വം. അപ്പൊ ശിവാദി ഭൂമി പര്യന്തമായ 36 തത്വങ്ങളാണ് സൃഷ്ടിയിൽ വരുന്നതെന്നാണ് പരശുരാമകൽപ്പം സൂത്രം പറയുന്നത്. ശിവൻ തുടങ്ങി, ശുദ്ധബോധമായ ശിവാവസ്ഥയിൽ നിന്ന് തുടങ്ങി അങ്ങനെ താഴേക്ക് വന്ന് ഇതെല്ലാം വരുന്നുണ്ട് അതിനകത്ത്. പഞ്ചതന്മാത്രകൾ, നീതി, രാഗം, കല എന്നൊക്കെ പറഞ്ഞതെല്ലാം സദാശിവ, സദാഖ്യാകല, ഇവിടുന്ന് ഇങ്ങോട്ട് ശക്തി. ശക്തി കഴിഞ്ഞിട്ടാണ് ശിവൻ, ശക്തി അത് കഴിഞ്ഞാണ് ഇങ്ങനെ വരുന്നത്. മനസ്സിലായോ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇങ്ങനെ വന്ന് ശക്തിയുടെ മാനിഫെസ്റ്റേഷനാണ് ഈ പ്രപഞ്ചം. അപ്പൊ അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ പഞ്ചതന്മാത്രകൾ, പഞ്ചഭൂതങ്ങളും ഒക്കെ ഡിവൈഡ് ചെയ്ത്. ഇപ്പൊ 2ആയി തിരിഞ്ഞിരിക്കുന്ന ശക്തി, ബോധത്തിൽ നിന്ന് 2ആയി തിരിഞ്ഞിരിക്കുന്ന ശക്തി തിരിച്ചു പോയിട്ട് ഒന്നാവാൻ പറ്റത്തില്ല. പക്ഷെ ഇത് തമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റും. 2ആയി സ്പ്ലിറ്റ് ആയപ്പോ തന്നെ മനസ്സിലായി പണി കിട്ടിയെന്ന്. ജാങ്കോ, ഞാൻ പെട്ടു, തിരിച്ചു കയറാൻ പറ്റത്തില്ല. ഇത് തിരിച്ച് ഒന്ന് യോഗം സംഭവിക്കുന്നു. നല്ല ആനന്ദം, പണ്ടേ കണക്ക് വരവാൻ എന്ന് നാമകീർത്തനത്തിൽ പറയത്തില്ലേ? പഴയ അവസ്ഥയിലോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. ഒന്നായിരുന്ന ബ്രഹ്മം 2ആയി കഴിഞ്ഞപ്പോൾ ആ ശക്തിക്ക് ഒന്നായി ശിവബോധത്തിൽ എത്താൻ ആഗ്രഹമുണ്ടെങ്കിലും പറ്റുന്നില്ല. അത് പലതായി ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് കൂട്ടിയിടിച്ച് പറ്റിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ഒന്നാകാൻ. പല പല ലെവലില് വൈശ്വാനരൻ, തൈജസൻ, പ്രാജ്ഞൻ, തുരീയം. അപ്പം തൈജസൻ അല്ലെങ്കിൽ എന്താ ശുദ്ധബോധത്തിൽ നിന്നായ തുരീയത്തിൽ നിന്ന്, അതാണ് ആ ഊ പിന്നെ സൈലൻസ്. വിശ്വൻ ഈ കാണപ്പെടുന്ന രോഗം, തൈജസൻ സ്വപ്ന സങ്കല്പ രോഗം. ആ ഊ സുഷുപ്തി സ്ഥാനോ പ്രാജ്ഞ മണ്ഡൂക്യ ഉപനിഷത്ത് പറയുന്നു.
ജാഗ്രത സ്വപ്നം ജാഗ്രത സ്വപ്ന സുഷുപ്തി, അത് തന്നെ തുര്യം. തുര്യം. അപ്പോൾ ആ തുരിയ അവസ്ഥയിൽ ആയിരിക്കുന്ന ഒന്നായിരിക്കുന്ന ബ്രഹ്മം 2 ആയി 4 ആയി 8 ആയി 16 ഇങ്ങനെ വരിക, 3ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്നുള്ള ബോധത്തിൽ നിന്ന്, അല്ലെ ശിവബോധത്തിൽ നിന്ന്, നമ്മുടെ തന്നെ കേന്ദ്രമായ ബോധം, ഞാൻ എന്ന് പറഞ്ഞ ബോധത്തിൽ നിന്ന് നിങ്ങളുണ്ടായി, ആ ഞാനിൽ നിന്ന് ഞാനുണ്ടായി. മനസ്സിലായി? ഇങ്ങനെ ഡിവൈഡ്, നമ്മുടെ ബോധം കോമണാണ്. കളക്റ്റീവ് കോൺഷ്യസ്നസ് ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടോണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചാൽ കണക്ഷൻ പോയി, ഞാൻ എന്നുള്ള ബോധം പോയി. ഇതിനിടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നിങ്ങളുടെ ഞാൻ എന്നുള്ളതായിട്ടുള്ള ബന്ധം പോയി. പക്ഷെ അതുകൊണ്ട് എന്നെ മനസ്സിലാവുന്നില്ല. എനിക്ക് ഞാൻ എന്തെങ്കിലും ചിന്തിച്ചാൽ ഇതിനിടയ്ക്ക് ഞാൻ എന്നുള്ള എൻ്റെ ബോധമായിട്ട് പോയി നിങ്ങളുമായിട്ടുള്ള ഈ ബോധം വഴിയാണ് കണക്റ്റഡ് ആയി. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, വേറെ എന്തോ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ഇയാൾ എന്താ പറയുക, ഹലോ സാറേ, ഹലോ ശ്രീധരൻ നമ്പൂരി, ശ്രീധര ഒന്ന് വിളിച്ചേ. ഞാനിങ്ങനെ വേറെ ആലോചിച്ചോണ്ടിരിക്കുക, എന്നെ ശ്രീധര ഒന്ന് വിളിച്ചേ, വിളിച്ചേ, ഉറക്കെ വിളിച്ചു. അതാരാ കേട്ട് നല്ല പരിചയം, ശ്രീധരനോ? അത് ഞാനാണല്ലോ. ആ ഇപ്പൊ കണക്റ്റായി, ഇപ്പൊ നിങ്ങളുടെ ബോധമായിട്ട് കണക്റ്റായി. കണ്ടോ? ആ ഒറ്റ ബോധത്തിലാണ് നമ്മുടെ 2 ശരീരം ഉണ്ടായാലും അതിന് മനസ്സുണ്ടായി സ്പ്ലിറ്റായി പോകും. ശരീരമില്ലാത്ത ഒരു ബോധം കാണുന്ന സ്വപ്നമാണ് ഞാൻ നിങ്ങളും ഒക്കെ എന്ന് പറഞ്ഞതുകൊണ്ട്. സ്വപ്നത്തെ ആന കുത്താൻ വരുമ്പോൾ ആന നമ്മളുടെ തന്നെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഉണരുമ്പോൾ ഇത് ഒന്നുമില്ല. അപ്പോൾ മനസ്സിലായി ആന ഞാൻ തന്നെ ആയിരുന്നു. ഇതുപോലെ നമുക്കാർക്ക് ശരീരം ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനും പോകുന്നില്ല. നമ്മുടെ ബോധത്തിന്, നമ്മുടെ ബോധം കോമൺ ഷെയർ ചെയ്യുന്ന സാധനം, ബോധത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ഞാനല്ല, ഒരു ബോധത്തിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോധമായിരിക്കുന്നതിൽ ഞാനും നിങ്ങളും ഒക്കെ നിലനിൽക്കുന്നു സെപ്പറേറ്റ് ആയിട്ട്. അതിൽ നിന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ പിന്നെയും സെപ്പറേറ്റ് ആയി. നമ്മുടെ ശരീരത്തിന്റെ ലെവലിൽ നമ്മൾ ഒന്നാണ്. ആകെ നമുക്ക് രണ്ടുപേർക്കും ഒരേ തണുപ്പല്ലേ ഈ മുറി, AC ഇട്ടിട്ടുണ്ട്. കൈ പിടിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അടുത്തു നിൽക്കുക. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും രണ്ടാണ്. നിങ്ങളുടെ മൈൻഡും നിന്റെ മൈൻഡും രണ്ടാണ്. മനോമയത്തിലെത്തിയപ്പോൾ പിന്നെയും സെപ്പറേറ്റ് ആവും. അത് ഈ അടുത്തിരിക്കുന്ന ശുദ്ധബോധത്തിൽ നമ്മൾ ഒന്ന് തന്നെ. ശരീരത്തിന്റെ തലത്തിൽ 2 ആയി കുറച്ചുകൂടെ അടുപ്പമുണ്ട്. മനസ്സിന്റെ തലത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം എൻ്റെ വ്യക്തിത്വം തികച്ചും 2 ആയി. ഇങ്ങനെ സെപ്പറേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. പ്രാണന്റെ ലെവലിൽ കുറച്ചുകൂടെ അടുത്താണ്. പ്രാണമയ കോശത്തിൽ അന്നമയമാകുമ്പോൾ അതിൽ നിന്ന് വന്നു. അപ്പം ബോധതലത്തിൽ തുരീയം, പ്രാണന തലത്തിൽ തൈജസൻ, അല്ല എന്താ പ്രാജ്ഞൻ, അവിടുന്ന് അന്നമയത്തിലെത്തുമ്പോൾ വൈശ്വൻ, വിശാന്തൻ, വൈശ്വൻ, വിശ്വൻ, തൈജസൻ മനോമയത്വമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സെപ്പറേഷൻ ഇങ്ങനെ വരുന്നു. അപ്പൊ ഈ 2ആയ സംഭവത്തിന് ഒന്നാവണം. തിരിച്ചു പോകാൻ പറ്റുമോ? വെള്ളം ഒഴുകി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് തിരിച്ചു കയറണം. പക്ഷെ 2 സ്ഥലത്തു നിന്ന് വന്ന ഒന്നാവാം, അല്ലേ? അങ്ങനെ ഒന്നാവാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ് പ്രപഞ്ചം. പല രീതിയിൽ സ്പ്ലിറ്റായി, കോൺഫ്ലിക്റ്റായി, അങ്ങനെ ഇങ്ങനെയൊക്കെ കൂട്ടിയിടിച്ചും പിടിച്ചും ഒക്കെ എങ്ങനെ ഈ പഴയ അവസ്ഥയിലെത്താം. അപ്പം അല്ലെ ആഗ്രഹം ഈ ഒന്നാവാൻ വേണ്ടിയിട്ടാണ്. അല്ല, മൈൻഡ് വരുമ്പോഴാണ് ഇത് വഴിതെറ്റുന്നത്. അല്ല, മൈൻഡിന്റെ ബേസാണ് ആഗ്രഹങ്ങൾ. മൈൻഡ് വന്നു ഈ ആഗ്രഹത്തിനെ വികലമാക്കുകയാണ് ചെയ്യുന്നത്. എനിക്കൊരു കാറ് വേണം എന്നുള്ളത് ന്യായമായ ഒരു ആഗ്രഹമാണ്. വലിയ പ്രശ്നമുള്ള കാര്യമല്ല അത്. അത് BMW ആയിരിക്കുന്ന പറഞ്ഞ മൈൻഡാ. അയൽവക്കക്കാരനേക്കാൾ വലിയ കാറ് വേണം, ഒരു വീട് വേണം. ഇത് ന്യായമായ ഒരു ആഗ്രഹമാണ്. അത് സാധിക്കാനും പറ്റും. അത് ഈ അയൽവക്കക്കാരനേക്കാൾ വലിയ വീട് വേണം, അത് മൈൻഡാണ് പറയുന്നത്. മൈൻഡ് ഇതിനകത്ത് വെള്ളം ചേർക്കുന്നു, വികലമാക്കുന്നു, കുഴപ്പമാക്കുന്നു, എന്നിട്ട് വലിയ ലോൺ എടുക്കുന്നു മലയാളിയെ കൊണ്ട്. അവസാനം അത് ബാങ്കുകാർ കൊണ്ടുപോകുന്നു, തൂങ്ങിച്ചാവുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവും.
അപ്പൊ മൈൻഡ് എന്ന് പറയുന്ന സാധനം കീറാമുട്ടിയാണ് ഇതിനകത്ത്. മൈൻഡ് ഇല്ലെങ്കിൽ നമുക്ക് ഈ പഞ്ചഭൂതങ്ങളുമായിട്ടും പെട്ടെന്ന് കണക്ട്. ഈ ബോധം കയറി വേഗം കണക്ട് ആക്കി നമ്മുടെ ഈ മോക്ഷഗതിയിലേക്ക് പോകാൻ എളുപ്പമുണ്ട്. നമ്മുടെ ഈ ഡിസയർ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റ്, മാനിഫെസ്റ്റേഷൻ ഈ സമയങ്ങളിൽ വളരെ ഫാസ്റ്റ് ആയി നടക്കും. ഈ കാരണ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ഈ ആധ്യാത്മികമായിട്ടുള്ള താപത്രയങ്ങളെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഈ കാരണം എന്താണ്? എനിക്ക് ഈ ബോധമായിട്ട് ഒന്നാവണമല്ല, ഈ ഇതിന്റെ എല്ലാം പിന്നിൽ അൾട്ടിമേറ്റ് ഡിസൈർ മനുഷ്യനായി വന്നു, പ്രപഞ്ചമായി വന്നു. പഞ്ചഭൂതങ്ങള് പ്രപഞ്ചം, പഞ്ചേന്ദ്രിയങ്ങളുള്ള മനുഷ്യൻ, പഞ്ചതന്മാത്രകളിലൂടെ ഈ ബോധം ഒന്നാവും. അപ്പൊ സമാധിയെ പ്രാപിച്ചു പണ്ടേ കണക്ക് വരുന്നു. അവിടെ ചെല്ലും, അല്ലാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇത് അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു. അപ്പൊ അവിടെ കണക്ഷനായി. അപ്പൊ ഭൂമിയുടെ ബോധവും എന്റെ ബോധവും രണ്ടല്ല എന്ന് എനിക്ക് മനസ്സിലാവുകയാണ് ഈ കണക്ഷനിലൂടെ. ഈ കണക്ഷനിലൂടെ മനസ്സിലാവും. മറ്റേ രണ്ടും രണ്ടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിന്റെ ശല്യം ഇല്ലാതെ ടച്ച് ചെയ്യുമ്പോൾ, ചിന്തകളില്ലാതെ ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഈ ഭൂമി തത്വം, എൻ്റെ സ്പർശം എന്ന് പറയുന്ന തന്മാത്ര, ത്വക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയം, ഇത് മൂന്നും കണക്റ്റാവും. ത്വക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയത്തിലൂടെ ഭൂമി തത്വത്തെ കണക്ട് ചെയ്തപ്പോൾ ആ തന്മാത്രയുടെ ട്രാൻസ്ഫറിങ് നടന്നപ്പോൾ സ്പർശത്തിലൂടെ ആ തന്മാത്ര ഏത് തന്മാത്ര? സ്പർശം എന്ന് പറയുന്ന തന്മാത്ര ത്വക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയത്തിലൂടെ ഭൂമി തത്വമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു നിമിഷം ഈ ആന്തരിക ബോധവും ബാഹ്യബോധവും അതിനകത്തേക്ക് കൂടെ ഒന്നായി തീർന്ന് ഞാൻ സമാധിയും പ്രാപിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര സുഖം ഉണ്ടാവും. നല്ല സോഫ്റ്റ് ടച്ചിലേക്ക് വരുമ്പോൾ പ്രസന്റ് സ്റ്റേറ്റിലാണ്. അത് വരാത്തത് എന്താണ്? നോർമലി മൈൻഡ്, എന്റെ മനസ്സും ചിന്തകളും അവിടെ നിൽക്കുമ്പോൾ ഈ ടച്ചിന് അതായത് വിളിച്ചാലൊന്നും അറിയത്തില്ല എന്നുള്ളത് 100% 99 വരെ വന്നേക്കാം, കാര്യമില്ല. ഇതെപ്പോൾ 100-ൽ സംഭവിക്കുന്നു അവിടെ ആനന്ദം ഉണ്ടാകും. അതാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് 4 ദിവസം കഴിയുമ്പോൾ ആണായാലും പെണ്ണായും ഭർത്താവ് ആങ്ങളെയും ഭാര്യ പെങ്ങളും പോലെ ആയി മാറും. ഭാര്യയൊന്നും ടച്ച് ചെയ്താൽ തോന്നത്തില്ല, ഭർത്താവൊന്നും ടച്ച് ചെയ്താൽ ഒന്നും തോന്നത്തില്ല. പിന്നെ അതിന്റെ പ്രാരബ്ധമാണ്, അത് അനുഭവിക്കണമെന്നാണ് ഈ ചോദിക്കുന്നത്. വെറുതെ ഇനി നമ്മുടെ ലൈഫ് ഇങ്ങനെ അതൊക്കെ അനുഭവിച്ച് കളയണം. അപ്പം ഈ ഭാര്യ, പക്ഷെ അതിനകത്ത് കാര്യങ്ങളുണ്ട് ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യ ഒന്നും തൊട്ടാവും തോന്നത്തില്ല, അല്ലെ ഭർത്താവ് തൊട്ടാ തോന്നത്തില്ല. പക്ഷെ ഒരു ബസ്സിനകത്ത് കയറി ഒരു പുതിയ പെണ്ണ് അല്ലെ ഒരു പുതിയ ചെറുക്കൻ, നല്ലൊരു ചെറുക്കൻ ടച്ച് ചെയ്യുമ്പോൾ കണ്ണടിക്കുന്നോട്ട് തോന്നും. അതെന്താ? അവിടെ പൂർണ്ണമായ മൈൻഡിന്റെ ശല്യമില്ല. അവിടെ പുതിയ എക്സ്പീരിയൻസിൽ മൈൻഡ് ഇല്ലാതാവും. പുതിയൊരു സീനറി കാണുമ്പോൾ മൈൻഡ് സ്റ്റക്കായി പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. കാരണം ഈ പറഞ്ഞ സംഭവം അവിടെ സംഭവിക്കും. ഞാൻ ഈ പറഞ്ഞ തന്മാത്രയും പഞ്ചഭൂതവും പഞ്ചേന്ദ്രിയവുമായിട്ടുള്ള ബന്ധം അവിടെ നടക്കും. 5 ഇന്ദ്രിയങ്ങളില്ലെങ്കിലും ഒരു ഇന്ദ്രിയെങ്കിലും അവിടെ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കും. മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഈ സർക്കിൾ പൂർണ്ണമാവും. അതാണ് സമാധി എന്ന് പറയുന്നത്. ഒരു നിമിഷത്തെ ഓഷോ സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. അപ്പം നല്ല പാട്ട് കേൾക്കുമ്പോൾ അല്ലെ, ശബ്ദതന്മാത്ര, ചെവി എന്നുള്ള ഇന്ദ്രിയം അല്ലേ, ആകാശത്വം. അപ്പൊ ഇതൊക്കെ കണക്റ്റഡ് ആണ്, മനസ്സിലാവുന്നു. അപ്പോൾ നല്ല സീനറി കാണുമ്പോൾ കാഴ്ച, അഗ്നി തത്വം, കാഴ്ച കണ്ണ്, രൂപതന്മാത്ര, ശബ്ദസ്പർശ രൂപരസഗന്ധം അല്ലേ, ഗന്ധം വായു, മൂക്ക്, ഘ്രാണം, ഘ്രാണേന്ദ്രിയം. കണ്ടോ, ശരിക്കും ഒരു മിഷനല്ലേ? അപ്പോൾ തന്മാത്രകളിലൂടെ പഞ്ചഭൂതങ്ങളെ അനുഭവിക്കാനുള്ള മിഷനല്ലേ പഞ്ചേന്ദ്രിയങ്ങളുള്ള ഈ ശരീരം. അതിലൂടെ അല്ലേ പഞ്ചകോശ ശുദ്ധി ഉണ്ടായി വരുന്നത്.
അപ്പോൾ അത് നമ്മുടെ പഞ്ചകോശ വിദ്യയാന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ ഈ പറയുന്ന സർക്കിൾ 5 പൂർത്തീകരിക്കാൻ സെക്സിന് സാധിക്കും. അന്നമയം, പ്രാണമയം, ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചകോശങ്ങൾ, പഞ്ചതത്വങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മനസ്സിലാവുന്നുണ്ട്, തന്മാത്രകൾ, പഞ്ചതന്മാത്രകൾ, ഇതെല്ലാം ഇപ്പോൾ സെക്സിൽ ടച്ചുണ്ട്, സ്മെല്ലുണ്ട്, ശബ്ദമുണ്ട്, ശബ്ദസ്പർശ രൂപമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇത്ര അഡീഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സെക്സില് പഞ്ചഭൂതങ്ങളെ അനുഭവിക്കുന്നുണ്ടോ? ഭൂമിതത്വം, ജലതത്വം, ആകാശതത്വം ഒക്കെ അനുഭവിക്കുന്നുണ്ടോ? ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വന്ന വ്യക്തിയുടെ പഞ്ചതന്മാത്രകൾ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളെ പോയി ഭൂമിയെ പോയി ടച്ച് ചെയ്യാൻ എപ്പോഴും പറ്റുമോ? അല്ലെ നമ്മൾ ഓർക്കുന്നില്ല, നടന്നു വരുന്നില്ല, എപ്പോഴും പോയി പൂവൊക്കെ മണത്തോണ്ടിരിക്കാൻ പറ്റുമോ? ശബ്ദം, സ്പർശം, ഗന്ധം, നല്ല കാഴ്ച എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇതെല്ലാം ഒരേ സമയത്ത് പോയി ഒരേ സമയം ആസ്വദിക്കാൻ പറ്റുമോ? നല്ല പാട്ട് വെക്കുക, സീനറി കാണുക, നല്ല ടച്ച്, നല്ല ശബ്ദം, ഇതെല്ലാം പറ്റത്തില്ലല്ലോ. അപ്പം പ്രപഞ്ചത്തിനെ ഒറ്റ സമയത്ത് ഒരേ സമയത്ത് എനിക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഒരേ സമയത്ത് ഇത് 5ഉം കൂടെ വർക്ക് ചെയ്യിക്കാൻ പറ്റത്തില്ലല്ലോ. ആര് പറഞ്ഞു? അതാണ് സെക്സ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. മലയുടെയും പുഴയുടെയും ഒക്കെ കൂട്ടുകാരനുള്ള സംഭവമാണ് നിങ്ങൾ. നിങ്ങളെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഭൂമി തത്വത്തെയാണ് ഞാൻ ടച്ച് ചെയ്യുന്നത്. നിങ്ങൾ സ്മെല്ല് ചെയ്യുമ്പോൾ വായു തത്വത്തെയാണ് ഞാൻ സ്മെല്ല് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഈ പ്രപഞ്ചബോധത്തിന്റെ ആകെ തുകയല്ലേ. ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെക്നോളജിയാണത്, ഒരു മെഷീൻ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഭൂമി തത്വം, എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഭൂമി തത്വം. 5 എലമെന്റ്സിനെ ഒരേ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യത്തക്ക രീതി, അങ്ങനെ അനന്തബോധത്തിലേക്ക് കണക്ട് ചെയ്യത്തക്ക രീതിയിലാണ് സൃഷ്ടി ഉണ്ടായിട്ടുള്ളത്. ഇതെന്ത് ആളുകൾക്ക് ദഹിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ കൊണ്ടുപോയ ഒളപാറ കൊണ്ടുപോയി മനസ്സിലായില്ലെങ്കിൽ വലിയ പാടാ. ഇപ്പൊ നിങ്ങൾ എന്നെ ടച്ച് ചെയ്യുമ്പോ ഈ പഞ്ചഭൂതങ്ങളുടെ ആകെ തുകയാണ് ഈ ടച്ച് ചെയ്യുന്നത്. തിരുമേനി പല കാര്യങ്ങളും പറയുന്നു. തിരുമേനി ശബ്ദം അത് ഒരു 5 എലമെന്റ്സിന്റെ പല കാര്യങ്ങളാണ് തിരുമേനി പറയുന്നത്. മീൻസ് തിരുമേനി പറയുന്നത് ശബ്ദത്വം, തിരുമേനിയുടെ ഗന്ധം, സ്പർശം, തിരുമേനിയുടെ എന്താ പറയാ ടച്ച്, അങ്ങനെ ഓരോ ഉണ്ട്. അത് എന്റെ ശരീരത്തിലുണ്ട്. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചൊരു പുരുഷനും പുരുഷനെ സംബന്ധിച്ചൊരു സ്ത്രീയും പരസ്പരം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളെ അനുഭവിക്കുന്നതാണ് സെക്സ്. അതാണ് പൂജ. അത് പൂജയാണ് ശരിക്കും. അത് ഡിവൈഡായിട്ട് ചെയ്യുമ്പോൾ തന്ത്രത്തെ സംബന്ധിച്ച് അത് പൂജയായിട്ട് മാറും. ഭൈരവി ചക്ര സാധന എന്ന് പറയും. അതൊക്കെ സീക്രട്ട് ആയിട്ടുള്ള ആഴത്തിലുള്ള ലെവലുകളിൽ മാത്രമേ അതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്യേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. കോമൺ ആയിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രപഞ്ചത്തെ പൂർണ്ണമായും അനുഭവിക്കുമ്പോൾ അത് ഒരു ഇന്ദ്രിയത്തിലൂടെയെങ്കിലും പൂർണ്ണമായിട്ടൊരു പാട്ട്, നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ ആ ശബ്ദത്തിന് മാത്രം കേൾവി എന്നുള്ള ഇന്ദ്രിയത്തിലൂടെ വരികയാണ്. ആകാശതത്വം, അതിലൂടെ വായുതത്വം. ഇത് അപ്പൊ ഇത് ഓരോന്നിനും ഈ ഗുണങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. താഴോട്ട് വരുന്നു ആകാശതത്വം ഒന്നുമില്ല, അവിടുന്ന് വായു തത്വത്തിലേക്ക് വരുമ്പോൾ ഗന്ധം വരും. അത് അഗ്നിയായിട്ട് മാറുമ്പോൾ കാഴ്ചയും കൂടെ വന്നു അല്ലേ? കാഴ്ചയും വന്നു, ടച്ച്, ചൂടും വന്നു, ത്വക്കും കൂടെ ആക്റ്റീവായി. അത് അപ്പോഴും രൂപം ശരിക്കായിട്ടില്ല. പക്ഷെ വെള്ളമാകുമ്പോൾ കുറെ കൂടെ അതിനൊരു രൂപം വന്നു. അപ്പൊ രസം കൂടെ വന്നു, ടേസ്റ്റും കൂടെ അതിൻ്റെ കൂടെ കൂടി.
രൂപമുണ്ട്, ആ. ടച്ചുണ്ട്, രസമുണ്ട്, ഓക്കെ. ടേസ്റ്റ് ഉണ്ട്. ഉം. ഭൂമി തത്വമായപ്പോൾ ഗന്ധങ്ങൾ വന്നു. ഉം. മനസ്സിലായി. അതെല്ലാം ഭൂമി തത്വത്തിൽ വരും. 5 ഇന്ദ്രിയങ്ങളും അതിൽ വർക്ക്. ഉം. അപ്പോൾ ഇതെല്ലാം വൈബ്രേഷൻസ് ആണ്. Vibration. സൂക്ഷ്മതലത്തിൽ പ്രാണന്റെ അതിപരാശക്തിയുടെ Energy. പ്രാണന്റെ സൂക്ഷ്മമായ വൈബ്രേഷൻസ് ആണ് ഇതെല്ലാം. ആ. അപ്പോൾ ശക്തി തന്നെ പലതായിരിക്കുവാണ്. ആ. ഒരു ശക്തി എൻ്റെ ശരീരമായി, ശക്തിയുടെ ഒരു പോർഷൻ ഈ പ്രപഞ്ചമായി. ഉം. അപ്പോൾ എൻ്റെ ശരീരമായിട്ടുള്ള, എൻ്റെ ഈ വ്യക്തിയായിട്ടുള്ള ഈ ശരീരമായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ ആ. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മറ്റു പഞ്ചഭൂതങ്ങളുമായി അനുഭവിക്കുമ്പോഴാണ് ഈ ഏകത നടക്കുന്നത്. ആ. പഴയ അവസ്ഥയിലേക്ക്, ധ്യാനാവസ്ഥയിലേക്ക്, സമാധി അവസ്ഥയിലേക്ക്, ആനന്ദാനുഭവത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അതാണ് സമാധി ആ. പ്രായോഗിക തലത്തിൽ. ഉം. അതുകൊണ്ടാണ് പഞ്ചോപചാര പൂജ നമ്മൾ ചെയ്യുന്നത്. ആ. ദേവതയെ, ഈശ്വരനെ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളിൽ ആരോപിക്കും. ഉം. എന്നിട്ട് ആ ഈശ്വരങ്കിലേക്ക് നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ സമർപ്പിക്കുന്നു. ധൂപം, ദീപം, കാശം. അത് തന്നെയാണ് പൂജ, അത് തന്നെയാണ് സെക്സ് എന്ന് ഞാൻ പറഞ്ഞു. അതങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ. സെക്സിനെ ഒരു പൂജയായിട്ട് ഡിവൈനായിട്ട് ആ ചെയ്യും. ബോധം പ്രസന്റ് സ്റ്റേറ്റിലാണ് അപ്പോൾ എന്തായാലും അത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ. സെക്സ് എന്ന് പറയുന്നത് ഒരു ഡിവൈനായിട്ട് ഉള്ള പ്രോസസ്സാണ്. ആവുന്നത് എങ്ങനെയാണെന്ന് ഈ പറയും. പക്ഷെ അങ്ങനെ എല്ലാ ആളുകളും അത് ചെയ്യുന്നത് വളരെ താഴത്തെ ചക്രങ്ങളിലാണ് ചെയ്യുന്നത്. ആ. ഉയർന്ന ചക്രങ്ങളിൽ നിന്നുകൊണ്ട് അത് ചെയ്യുമ്പോഴാണ് ഡിവൈനായിട്ട് മാറുന്നതും കുണ്ടലിനി സഹസ്രാരത്തിലേക്ക് വരുന്നതും ഓർഗൻസ് ഡൗൺ ആകുന്നത്, മെയിൽ ഓർഗൻ ഡൗൺ ആവുന്നതും പെട്ടെന്ന് ഇത് സമാധി സ്റ്റേജിലേക്ക് പോകാൻ കാരണമാകുന്നത്. ഉം. അതൊരു പ്രോസസ്സാണ്. ഉം. അപ്പോൾ അത് അവരവർ ചെയ്യേണ്ട വിഷയമാണ്. ഉം. അത് ഇന്ന് താന്ത്രികരായിട്ടുള്ള ആചാര്യന്മാരെ മിസ്യൂസ് ചെയ്യുന്നു. വരുന്നവരെ വിളിച്ചിരുത്തി സ്ത്രീകളെയൊക്കെ ഇതൊക്കെ പറഞ്ഞ് അവരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ. ഭൈരവ ചക്ര സാധനയാണെന്നും ഞാൻ ഭൈരവ തന്ത്രമാണെന്നും പറഞ്ഞു ആ. അവരെ മിസ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ആ. പറഞ്ഞ മനസ്സിലാവും. മനസ്സിലായി. മനസ്സിലായി. ആ. അങ്ങനെയല്ല പോകേണ്ടത്. അത് അവരവർ തന്നെ പോയി അത് പരീക്ഷിച്ചോളൂ. ആ. അപ്പൊ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് വളരെ വിപ്ലവകരമായ രീതിയിലാണ് ഇതൊക്കെ പറയുന്നത് തന്ത്രം. ആ. സാധാരണ ഒരാൾക്ക് ഇത് ചിലപ്പോൾ എളുപ്പം ദഹിച്ചോന്നില്ല, വായിച്ചാൽ മനസ്സിലാവില്ല. മനസ്സിലാവില്ല. അപ്പം ആ. അപ്പൊ ഈ ഡിസയർ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു ലൈഫിന്റെ ഈ ലൈഫ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. കുണ്ടലിനി സഹസ്രാരത്തോട്ട് വരാതിരിക്കുന്ന സ്വാധിഷ്ഠാനത്തുള്ള ഈ ഡിസയറിനെ കടന്ന് മേപ്പോട്ട് കയറാൻ പറ്റാത്തത്. സ്വാധിഷ്ഠാനത്തിലാണോ വേണ്ടിസാധിക്കുന്നത്? അതെ, മൂലാധാരത്തിലുള്ളത് മൂലാധാരത്തിൽ കുണ്ടലിനി. മൂലാധാര ചക്രം ഉണ്ടല്ലോ. കുണ്ടലിനിയാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ കുണ്ടലിനി 2 കാലേ കൂടെ കയറി വരും. ആ. മൂലാധാരത്തിൽ എങ്ങനെ വരും? 2 കാലിലെ കൂടെ 2 കാലേ കൂടെയും കയറി വന്ന് മൂലാധാരത്തിൽ ഇടിച്ച് കയറി. ഡാമിന്റെ പ്രോസസ്സാണ്. പലയിടത്തുനിന്ന് വരുന്ന വെള്ളം ഭിത്തിയിൽ എനർജി എല്ലാം അങ്ങനെ സഞ്ചരിക്കുന്നത്. അതിനൊരു നിയമമുണ്ടല്ലോ. പ്രാണൻ അതിന്റെ ബേസിക് എനർജിയാണല്ലോ പ്രാണൻ, എല്ലാ എനർജിയിലും. അതിന്റെ സഞ്ചരിക്കുന്ന രീതി അങ്ങനെയാണ്. പലയിടത്തുനിന്ന് വന്ന് ഒരിടത്ത് വന്ന് ഭിത്തിയിൽ, ഡാമിന്റെ ഭിത്തിയിൽ ഇടിച്ച് കറങ്ങി നിൽക്കത്തില്ലേ വെള്ളം, വായു ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു, കറങ്ങി നിൽക്കും. അതിനാണ് 3 ചുറ്റുള്ള പാമ്പ് എന്നൊക്കെ പറയുന്നത് കുണ്ടലിനി. അവിടുന്ന് ഈ കുണ്ടലിനി മുകളിലേക്ക് വന്ന് സെക്ഷൽ ഓർഗനിലൂടെ പുറത്തു പോയിക്കൊണ്ടിരിക്കും നോർമലി. കാരണം അവിടെ ഈ ഡിസയർ ഉള്ളതുകൊണ്ട് സ്വാധിഷ്ഠാനത്തിൽ അത് ഇടിച്ചിട്ടാണ് അത് വെളിയിലോട്ട് പോയിക്കൊണ്ട് ആ ബ്ലോക്കേജസ്. ആ ഡിസയർ ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആവുകയും സുഷുമ്ന സഹസ്രാരത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഈ ഓർഗൻ അങ്ങ് ഡൗൺ ആവും, ഇത് മേപ്പോട്ട് കയറും. അപ്പോഴാണ് റീബർത്ത് നമ്മൾ ഉണ്ടാക്കുന്നുമില്ല, നമ്മൾ റീബർത്ത് ചെയ്യുന്നില്ല, നമ്മൾ റീബർത്ത് ചെയ്യിപ്പിക്കുന്നുമില്ല, നമ്മൾ സമാധിയിലേക്ക് പോകും പറയുന്നു. അപ്പൊ അങ്ങനെ സഹസ്രാരത്തിലേക്ക് പോയി സമാധിയിലേക്ക് ഒരാൾ എത്തിച്ചേരും, പിന്നെ ജന്മമില്ല. മനസ്സിലാകും? അല്ല, അപ്പോ പിന്നെ ഈ ഭൂമിയിലില്ലാന്നല്ലേ, അതിന് ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളൊന്നും ബർത്ത് എടുക്കില്ല. ഇല്ല, ഫൈനൽ ബർത്ത് ആയിരിക്കും താതാത്മ്യം. പിന്നെ അതൊക്കെ തർക്കങ്ങളൊക്കെ പറയുന്നുണ്ട് പലരും. പക്ഷെ ഇതിന്റെ നമ്മുടെ ഒരു പഠനം പ്രകാരം മനസ്സിലായുള്ള കാര്യങ്ങളാണ് പറയുന്നത്.
അൾട്ടിമേറ്റ് നമ്മൾ അൾട്ടിമേറ്റ് ലെവലിലേക്ക് പോവാണ്. ആ സഹസ്രാല ഒരു പ്രാവശ്യം എത്തിയെന്ന് പറഞ്ഞ കാര്യമില്ല, അവിടെ നിന്ന് സമാധിയാവും. സഹസ്രാരത്തിന് മുകളിൽ ചക്രങ്ങൾ ഉണ്ടാവും നമുക്ക്. ഉണ്ട്, അതിങ്ങനെ അനന്തമായിട്ട് കിടക്കുക. ഇതിന് മുകളിലും ചക്രം. അതിങ്ങനെ മേപ്പോട്ടങ്ങ് പോവല്ലേ. അൾട്ടിമേറ്റ് ഇൻഫിനിറ്റി ആണ്. പക്ഷെ അത് നമ്മളെ ബാധിക്കുന്നില്ല. അതിന്റെ ഇപ്പൊ ഒരു തിര ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ അടിയിലോ കടലിന്റെ അടി ശാന്തമല്ലേ. അപ്പൊ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം തിര അടിക്കുന്ന നിന്ന് പോവോ? ഇല്ല. അതുപോലെ ഇത് മേപ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളവിടെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരുന്നു, ആനന്ദാവസ്ഥയിലെത്തുന്നു പൂർണ്ണമായി. പ്രപഞ്ചം എപ്പോഴും ഉണ്ടാവും. നമ്മൾ ബേസിലേക്ക് എത്തി. അപ്പൊ വേറെ ലോകങ്ങളൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ ഉണ്ടാവും, ജീവജാലങ്ങളുണ്ടാവും. മൾട്ടിവേഴ്സ് എന്ന് പറയും. അതെന്താ? നമ്മൾ അടിസ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വിഷയം തിരിച്ചറിവിന്റെ വിഷയമാണ്. അത് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ഇലക്ഷൻ നമ്മൾ ഉണ്ടാത്ത ഒറ്റ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് തന്നെ ദഹിക്കത്തില്ല. അപ്പോഴാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എങ്ങനെ എത്താമെന്നുള്ളതാണ് പരമമായ ശാന്തി ആനന്ദാവസ്ഥയിൽ. അപ്പോൾ മറ്റേ ത്രിവേണിപുരി ബാബ സമാധിയായ കാര്യം കുംഭമേളയ്ക്ക് കണ്ടില്ലേ, വീഡിയോ കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ ഗുരു അങ്ങനെ സമാധിയായി. എല്ലാവരും വെള്ളം കുളിച്ചിട്ട് വന്ന് വെള്ളം കുളിച്ച് ചാറ്റാൻ വന്നിട്ട് ഇത് ഭയങ്കര സംഭവമല്ലേ. അതൊരു മനുഷ്യൻ ഇപ്പോഴും പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സംഭവം. അത് ആ ടെക്നോളജി പഠിക്കട്ടെ. എല്ലാവർക്കും പറ്റും, ആണും പെണ്ണും എല്ലാവർക്കും പറ്റും. അത് പഠിക്കുക. അതാണ് ശ്രീവിദ്യ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇപ്പോഴത്തെ മെറ്റീരിയൽ സക്സസിനല്ല. അതും കിട്ടും, പക്ഷെ അൾട്ടിമേറ്റിലേക്ക് എത്തണം. അപ്പൊ ഇത് ശരിക്കും അനന്തമായ അവസ്ഥയിലേക്ക് എത്തുവാന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ആകെ തുകയുള്ളൂ. നമ്മൾ എന്തിനു വിവാഹം കഴിക്കണം? അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസയർ ഫുൾഫിൽ ചെയ്യണം. അവിടെ നമ്മള് ഈ ഒറ്റാലും മറ്റേ ഇതില്ലേ മീനെ പിടിക്കുന്ന സാധനം, അല്ല ഈ ഒരു കൊട്ട പോലത്തെ സാധനം, ഒറ്റാൽ എന്തായാലും പറഞ്ഞ ഒറ്റാലെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടോ? അവിടെ എന്താ പറയുന്നത്? അപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത സ്ഥലത്ത് ഒറ്റാലി നമ്മൾ പിടിക്കപ്പെടും. ഈ ജന്മം നമ്മൾ ഇതിന് ഒളിച്ചോടി അടുത്ത ജന്മം സന്യാസിമാർക്ക് പറ്റുന്ന പലർക്കും പറ്റുന്ന പ്രശ്നമാണ്. സന്യാസം ഒരു സെക്കൻഡറി ആക്ഷനാണ്. പ്രൈമറി ഇത് മതിയാവുമ്പോൾ നമ്മൾ കുണ്ടലി മേലോട്ടാവുമ്പോൾ പിന്നെ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ തന്നെ സംഭവിക്കുന്നതാണ് ബ്രഹ്മചര്യവും സന്യാസവും ഒക്കെ. പിന്നെ ഇയാൾക്ക് അതിലും വലിയ സുഖം തേളി കിട്ടുമ്പോൾ ആരാണ് ഇവിടെ ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്നത്, അല്ലെ ഒരു ആണിന്റെ പുറകെ നടക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അതാണ് യഥാർത്ഥ സന്യാസം. അല്ലാതെ അത് കിട്ടാൻ വേണ്ടി ഇതൊക്കെ അടിച്ചമർത്തി വെച്ചിട്ട് ഇങ്ങനെ അഭിനയിച്ച് നടക്കുന്നതല്ല. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. പല ആളുകളുടെയും ജീവിതത്തോടുള്ള ഭീരുത്വം, ഭയം, കഴിവില്ലായ്മ, അതിനെ ഫേസ് ചെയ്യാനുള്ള കഴിവില്ലായ്മയൊക്കെയാണ് അവർ ഈ വേഷം കെട്ടുന്നതിനും അടിസ്ഥാനം. ഞാൻ പറഞ്ഞ മനസ്സിലാവും. എല്ലാവരും എല്ലായിടത്തെയും സന്യാസിമാരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് പറയും, അങ്ങനല്ല. ചില സന്യാസ മാർഗത്തിൽ ഇൻട്രസ്റ്റ് ആയിട്ട് പോയി അതിൽ കൂടെ സമാധിയായ ആളാണല്ലോ ത്രിവേണി ബാബയല്ല, അദ്ദേഹത്തിന്റെ ഗുരു അങ്ങനെയാണ്. അപ്പൊ അത് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനല്ല ഞാൻ പറയുന്നത്. ഡിസയർ ഉള്ള ആളുകൾ നമ്മുടെ നോവലിലുള്ള അപ്പൊ അത് ഡിസയർ ഉള്ള ആളുകൾ അത് ശരിയാകത്തില്ലെന്നാണ് ആളുകൾ മനസ്സിലാവുന്നത്. ഡിസയർ ഉള്ള ആൾക്കാർ അത് അനുഭവിച്ച് തന്നെ അത് ഫുൾഫിൽ ചെയ്ത് രണ്ട് മാർഗം, യോഗമാർഗം, തന്ത്രമാർഗം. ഡിസൈർ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് അതങ്ങ് ഒഴിവാക്കാം, എന്നിട്ട് അതിന് ഒരു ബന്ധവും ഇല്ലാതെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഡയറക്റ്റ് പറ്റുമെങ്കിൽ. പക്ഷെ അത് പറയാൻ എളുപ്പമാണ്. 99% ആളുകൾ പറ്റുന്നത്. കാരണം ശങ്കരാചാര്യയുടെ കൂട്ട് എന്നിട്ട് പോലും അദ്ദേഹം പോയി എന്ന് പറയുന്നു. അപ്പം അല്ലാതുള്ള പല ആൾക്കാർക്ക് പറ്റുന്നുണ്ട്, പറ്റാത്തവരല്ല, പറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അപൂർവത്തിലപൂർവം. അപ്പൊ അതുകൊണ്ടാണ് ഡിസൈറിനെ തന്ത്രമാർഗം. ഇപ്പോൾ യോഗമാർഗം ഒരു ആപ്പിൾ അവിടെ ഇരിക്കുന്നു,
എടുക്കുന്നില്ല, നോക്കുന്നില്ല. വേണ്ടാന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ അതിനുള്ള താല്പര്യം പോയി. അതിലും വലിയ കാര്യങ്ങൾ കിട്ടിയുണ്ട്. യോഗമാർഗം, തന്ത്രമാർഗം, അപ്പോൾ അവിടെ ഇരിക്കുന്നു. വേണ്ടാന്ന് വെച്ചു, പറ്റുന്നില്ല, അവിടെ ഇരിക്കുന്നു. വേണ്ടാന്ന് വെച്ചു, പക്ഷെ പിന്നെ അതവിടെ ഇരിക്കുന്നു. അതിനോടുള്ള ആഗ്രഹം അതവിടെ ഇരിക്കുന്നു. തന്ത്രമാർഗം ഇപ്പം എന്താ പറഞ്ഞത്? അങ്ങനെ പോകണ്ട, അതൊന്നും എടുത്ത് മണപ്പിച്ച് കാഴ്ചയൊക്കെ കണ്ട് ഒരു അറ്റം മുറിച്ച് ശകലം ആസ്വദിച്ച് മെഡിറ്റേഷനായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശല്യം ചെയ്യത്തേയില്ല. അത് ഉപേക്ഷിക്കാനായിരിക്കണം. ഇല്ലേ അത് അടിശം വരും, വലിയ അപകടമാണ്. അത് അപകടമാണ് നമ്മൾ തന്ത്രം. കൗളത്തില് മൂർച്ചയുള്ള വാലിന്റെ വിലക്ക് നടക്കുന്നതാണ്. ജീവനുള്ള കഴിവിനെ കരുത്തെ പോയി പിടിക്കുന്ന കൂട്ടാണ് കൗളാർണതന്ത്രം പറയുന്ന. പാമ്പിന്റെ അടുത്ത് കരുത്തെ ഇടുന്ന കൂട്ടാണ് പറയുന്നുണ്ട് കാര്യം. അതൊന്നും തടിശം വരുന്നത്. വരാതിരിക്കാൻ ഉപാസന ചെയ്യണം, ദേവി ഉപാസന ചെയ്യണം. എന്നിട്ട് അതിലോട്ട് പോകുമ്പോൾ അത് പ്രശ്നം വരും. അപ്പോൾ ഇവിടെ എല്ലാം ചീത്തയൊക്കെ അനുഭവിച്ച് തീരണം. എല്ലാം ചീത്ത എക്സ്പീരിയൻസ് ചെയ്യണം, പഠിക്കേണ്ടത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് എപ്പോഴും വേറൊരു പ്രശ്നമുള്ളത്, മൈൻഡ് എപ്പോഴും നമ്മൾ അന്നേരം നമുക്ക് അനുകൂലമായിട്ട് നിന്നിട്ട് ഉള്ള കൊള്ളാതായ്മയെല്ലാം ജയിപ്പിച്ചിട്ട് ലാസ്റ്റിൽ മൈൻഡ് നമ്മളെ അത് പറഞ്ഞിട്ട് വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. അന്ന് നീ ഒന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിലോ ഒന്ന് ചോദിച്ചു അതെന്ന് പറയും. ഇപ്പൊ കണ്ടോ എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരിക്കും പിന്നെ വിഷമിപ്പിക്കും. മൈൻഡിന് ഇങ്ങനെയുള്ള ഇടയൊന്നും നമ്മൾ കൊടുക്കരുത്. നമ്മൾ സമയാസമയങ്ങളിൽ ഈ ഡിസയറൊക്കെ ഫുൾഫിൽ ചെയ്ത് പോയാൽ പിന്നീട് നമുക്കൊരു കുറ്റബോധം വരത്തില്ല. മൈൻഡിന് എപ്പോഴും നമ്മൾ ലെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ ആണ് മൈൻഡ് നമ്മൾ ഭരിക്കുന്നത്. അതൊക്കെ നീ മിടുക്കനാണോ മണ്ടനാണോ, നീ കള്ളനാണോ നല്ല സത്യവാനാണോ, നീ നല്ല ആളാണോ ചീത്ത ആളാണോ, എന്തെങ്കിലും ഒന്ന് പറ. എപ്പോഴും നമ്മളെ ലെഫ്റ്റും റൈറ്റും നിലനിർത്താൻ മൈൻഡ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആര് പറഞ്ഞു നീ ലെഫ്റ്റ് അല്ല റൈറ്റ് അല്ലേ, നിനക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, നീ എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ടെൻഷൻ അടുപ്പിക്കും. നീ നമ്മൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞു ലെഫ്റ്റ് അല്ലേ അതിൻ്റെ അതല്ലേ സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ സ്പ്ലിറ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് ആറ്റം ബോംബിന്റെ തിയറി ഇതങ്ങ് എക്സ്പ്ലോഷൻ മൈൻഡിൽ നടന്നിട്ടാണ് ആളുകൾ ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്, അല്ലെ കൊലപാതകം ചെയ്യുന്നത്. ചിന്തിച്ച് കയറിട്ട് പ്രാണൻ മുഴുവൻ ചിന്തയിലോട്ട് പോയിട്ട് അത് കോൺഫ്ലിക്റ്റ് ആയി എക്സ്പ്ലോഷൻ നടക്കും. നമ്മൾ ഈ സെന്ററിൽ നിന്നാൽ നീ നല്ല ആളാണോ ചീത്ത ആളാണോ അറിയാമയ്യ, നീ ബുദ്ധിമാനാണോ മണ്ടനാണോ അറിയാമയ്യ, നീ സത്യവാനാണോ കള്ളത്തരം പറയുന്നതാണോ അറിയാമയ്യ. കാരണം മൈൻഡിൽ എന്ത് പറയാൻ പറ്റും? സ്റ്റക്കായി പോയി. അതിനൊന്നും ഒരു ലെഫ്റ്റോ റൈറ്റോ പിടിച്ചെങ്കിലല്ലേ അതിനെ പിടിച്ചിട്ട് കയറാൻ പറ്റത്തുള്ളൂ. മൈൻഡിനെ കീഴടക്കേണ്ട അങ്ങനെയാണ്. അങ്ങനെ കീഴടക്കിയാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മൾ നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. വലിയ ചിന്തിക്കൊണ്ടിരിക്കുന്നൊന്നും ചെയ്യത്തില്ല, ചെയ്യുന്നതും ചിന്തിക്കത്തുമില്ല. അപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ എത്തിക്കുന്ന ഈ മൈൻഡ് ഇതുപോലെയാണ്. അപ്പൊ നമ്മൾ മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഡിസയറിന് ഫുൾഫിൽ ചെയ്യണം. രാഗദ്വേഷം ഈക്വേഷൻ ശ്ലോകത്തിൽ ഗീത പറഞ്ഞതാണ്. അർജുന ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങളോട് സുഖത്തെ അനുഭവിക്കേണ്ടതല്ല. ഇന്ദ്രിയങ്ങൾ ആത്മവശ്യമായിരിക്കട്ടെ. പുറത്തേക്ക് ചിന്തിക്കുന്ന മൈൻഡ് കൊണ്ടാണ്. മൈൻഡിലുള്ളതെല്ലാം ചിന്തകളൊക്കെ പുറത്തുള്ളതല്ലേ, പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചല്ലേ മൈൻഡ് എന്ന് പറഞ്ഞ ചിന്തകളെല്ലാം. പുറത്തുള്ള കസര മേശ ആൾക്കാരും ഒക്കെ അല്ലേ നമ്മുടെ മൈൻഡിലുള്ളത്, അകത്തുള്ള ഒന്നും ഇല്ലല്ലോ. അകത്തേക്ക് ധ്യാനത്തിലേക്കും ആനന്ദത്തിലേക്കും വരുമ്പോൾ ഈ മൈൻഡ് വന്നിട്ട് ചിന്തകൾ കൊണ്ടുവന്ന് ഇമേജസ് കൊണ്ടുവന്ന് അതിലേക്ക് മാറ്റി പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പൊ പറയാ ദേവി ത്രിപുര സുന്ദരി ഭയങ്കര സുന്ദരിയാണ്, അമ്മയുടെ സൗന്ദര്യം വളരെ വലുതാണ്, ഭയങ്കര രസമാണ്, അത്ര സുന്ദരിയാണ് ദേവി എന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടോണ്ടിരിക്കുന്ന ശേഷം ഇങ്ങനെ ഓ അമ്മയ്ക്ക് ഭയങ്കര സൗന്ദര്യമാണ്, ശരിയാണ്, ഓക്കെ. നമ്മുടെ കാമുകിയുടെ അത്രയും വരും. അവൾക്ക് പറഞ്ഞോട്ട് അവളവിടെ ഉണ്ടോ ഒന്ന് വിളിച്ചു നോക്കാം. നല്ല വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഗുരുവിൻ്റെ ആ ഫോൺ എടുത്ത് വിളിച്ച് പുറത്തേക്ക് വന്നു കാമുകി. അപ്പൊ അകത്തേക്ക് വന്ന ബോധത്തെ മൈൻഡ് സ്പ്ലിറ്റ് ചെയ്ത് ആനയിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ഇത് എപ്പോഴും ഒരു ഗോൾ കീപ്പറുടെ കൂട്ട. അകത്തോട്ട് ബോധം പോകാൻ മൈൻഡ് സമ്മതിക്കത്തില്ല. അപ്പൊ മൈൻഡ് ഈസ് ആൻ എക്സ്റ്റേണൽ ഓർഗൻ. പുറത്തുള്ള കാര്യങ്ങളാണ് ഈ മൈൻഡിലുള്ളത്, അകത്തുള്ളതല്ല. അപ്പൊ നമ്മുടെ ആന്തരിക ബോധത്തെ ഒരിക്കലും ബാഹ്യബോധത്തെ ഒരിക്കലും ആന്തരിക ബോധമായിട്ട് ഇന്ദ്രിയത്തിലൂടെ ബന്ധപ്പെടാൻ യോഗ സംഭവിക്കാൻ ഇല്ല. അതാണ് യോഗ.
ഈ ബോധം യോഗ സമാധിയിൽ സമ്മതിക്കത്തില്ല. ആ. ഡിസൈർ ചെയ്യുമ്പോഴായിരിക്കും ഡിസൈറിനെ പുറത്തേക്ക് കൊണ്ടുവരും. മൈൻഡിനകത്ത് കൊണ്ടുവന്നിട്ട് വെളിയിൽ കിടത്തി ഇങ്ങനെ കിടക്കും. പുറത്തുള്ള കാറിന് വീട്, അയൽവക്കക്കാരനൊക്കെ വലിയ വീട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉള്ള വീട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, ഉള്ള കാർ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, ഉള്ള ഒന്നും എൻജോയ് ചെയ്യാൻ പ്രസന്റിലേക്ക് കൊണ്ടുവരത്തില്ല. മൈൻഡിനകത്തോട്ട് പോയി കഴിയുമ്പോൾ അത് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി കിടക്കും. ഇതെന്ന് പറയത്തില്ല മൈൻഡ്. അത് മനസ്സിലാവും. ഒരു ഡൗട്ട്, സപ്പോസ് നമ്മളിത് ഇങ്ങനൊരു നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മൈൻഡിന്റെ കളികൾ നമ്മൾ ഇഗ്നോർ ചെയ്യണം, നമുക്കൊരു തോട്ട്ലെസ് കിട്ടാമെന്ന് വിചാരിക്കും. പക്ഷെ ഇതേ സമയത്ത് ഒരു ഫിസിക്കൽ ലെവലിൽ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഇത് വരുന്നത് ഇതിന്റെ അടുത്ത ലെവലിലെ ഒരു ഒബ്സ്റ്റക്കിൾ ആണ്. അതായത് ഞാനിപ്പോൾ തോട്ട്ലെസ് സ്റ്റേറ്റിൽ നിൽക്കാന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിന്യൂസ്ലി ഫോൺ വിളിച്ചിട്ട് വാവാ ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിനെ മൈൻഡിനെ ഞാൻ പറയുന്നില്ല, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന മൈൻഡിന്റെ അടുത്ത ലെവലിൽ ഒരു ഒബ്സ്റ്റക്കിൾ ആയിരിക്കില്ലേ ഫിസിക്കൽ ലെവലിൽ വരുന്നത്. ഒരാൾ വിളിക്കുന്നു, സ്ത്രീ വിളിക്കുന്നു, അല്ല ആരെങ്കിലും ഫ്രണ്ട് വിളിച്ചിട്ട് പുറത്തേക്ക് വാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വിളിക്കണം. നമ്മൾ മെഡിറ്റേഷനിൽ എന്താ ഒബ്സ്റ്റക്കിൾ ആയിട്ട് വരുന്ന ഒരു സംഭവം അല്ലേ? കാരണം നമ്മളിപ്പോ തോട്ട്ലെസ്സിലായിരിക്കും ഇരിക്കുന്നത്. യൂഷ്വലി മൈൻഡ് ആണല്ലോ നമ്മൾ തോട്ട്ലെസ്സിനെ മാറ്റി പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോ തോട്ട്ലെസ്സിൽ മൈൻഡിനെ ഒരു പരിധി വരെ ഇതാക്കി തോട്ട്ലെസ്സിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ എടുത്ത് ഫോഴ്സ്ഫുള്ളി പുറത്ത് കൊണ്ടുപോകാൻ അങ്ങനെയാണല്ലോ എല്ലാ ഇന്ദ്രിയങ്ങളും സൃഷ്ടിച്ചേക്കിട്ട് പുറത്തോട്ട് നോക്കിയാണല്ലോ. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഒബ്സ്റ്റക്കിൾ ആണ്, എക്സ്റ്റേണൽ ഒബ്സ്റ്റക്കിൾ എന്ന് പറയാനും പറ്റത്തില്ല. കാരണം പുറത്തുനിന്ന് ഒരാൾ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വല്ല ഫുഡ് വാങ്ങിച്ചു വരുവാണെങ്കിൽ ഫുഡിലൂടെ ധ്യാനിച്ചാൽ അകത്തില്ല. മൈൻഡ് വർക്ക് ചെയ്യുന്നതിന്റെ കാര്യം ഞാനീ പറഞ്ഞു. മനസ്സ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളതിനെ കാണത്തില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പോ ആ ആന്തരിക ബോധമായിട്ട് ഈ ബാഹ്യബോധം ഇന്ദ്രിയത്തിലൂടെ ഒന്നാവണം. തടസ്സമാണ് മൈൻഡ്. ചിന്തകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് പ്രവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന ആൾ ചിന്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ കാര്യം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസയർ ഫുൾഫിൽ ചെയ്ത് ഈ എന്താ പറയുന്നത് നല്ല പ്രായമെല്ലാം നമ്മളിങ്ങനെ ഫ്യൂച്ചർ മൈൻഡ് പറഞ്ഞിട്ട് നീ വലിയ സന്യാസിയാവും, നീ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു സാധാരണ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി ഈഗോയെ പ്രൊമോട്ട് ചെയ്യും. മൈൻഡ് എപ്പോഴും നിലനിൽക്കുന്ന ഈഗോയിലൂടെ ഞാൻ വലിയ സംഭവമാണ്, ഐ എം സംതിങ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഞാൻ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തനാണ്. ഇങ്ങനെയാണ് ഒരു 100 പേരെ അടുത്ത് എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ് ആൾമോസ്റ്റ്. ഞാൻ എല്ലാവരുടെയും കൂട്ടല്ല, ഞാൻ കുറച്ച് വ്യത്യസ്തനാണ്, എനിക്ക് എൻ്റെതായ ചില സംഭവങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരോടൊക്കെ അവർ കൂട്ടുകൊടുത്തുള്ളൂ. അങ്ങനൊന്നുമില്ല, നീയും സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നീയും സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഉൾക്കൊള്ളുമ്പോഴേ അവിടെയൊക്കെ ഈശ്വരൻ വരത്തുള്ളൂ. സംതിങ് വ്യത്യസ്തനായിരിക്കുന്ന ആളിലേക്ക് ഈശ്വരൻ വരത്തില്ല. ഈഗോ ഉണ്ടല്ലോ, ഈഗോ ഉള്ളിടത്ത് ദൈവത്തിന് കയറാൻ പറ്റത്തില്ല, ബാധയ്ക്ക് കയറാൻ പറ്റത്തില്ല. ബാധ എന്ന് പറയുന്നത് മൈൻഡ്, അപ്പോൾ മൈൻഡിനെ കയറാൻ പറ്റത്തുള്ളൂ, ബാധയാണ് മൈൻഡ്. അപ്പൊ ദുരിതങ്ങൾ കൂടും. മനസ്സിലാവുന്നുണ്ടോ? ഈശ്വരൻ വന്നാലേ കാര്യങ്ങൾ അറിവിലായിട്ട് ഒഴുക്കിനനുസരിച്ച് നീന്താൻ പറ്റും. മറ്റേ ഒഴുകിനെ അനുകൂലമല്ല പ്രതികൂലമായിട്ട് കാണും. ഞാൻ മരിച്ച് നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങൾ എന്നെ വിളിക്കണം ശ്രീധരൻ നമ്പൂരിയുടെ ബാധാണ്, പ്രേതം. അപ്പൊ തന്നെ ഞാൻ തിരിച്ച് എന്റെ ശരീരത്തോട് കയറി എന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ബാധ ഏതാ? ഞാൻ തന്നെയാണ്. ഞാൻ ഒരു ബാധ എൻ്റെ ഉള്ളിൽ ഹൈജാക്ക് ചെയ്തിരിക്കുമ്പോൾ, ബ്രെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ദേവി പോയിട്ട് ആർക്കെങ്കിലും കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്റെ ശരീരത്തിലെ ഒന്നാമത്തെ ബാധ ഞാൻ തന്നെയാണ്. അതാ ഞാൻ ഇല്ലാതാക്കാൻ പറഞ്ഞത്, അകത്തിനെ നിരോധിക്കാൻ പറഞ്ഞത്, ഈശ്വരന് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനുള്ള എൻ്റെ ബാധയാണെന്ന് എനിക്ക് വ്യക്തമായ തിരിച്ചറിവും മനസ്സിലാക്കലും ഉണ്ടാവും. എൻ്റെ ശരീരത്തിലെ ബാധ ഞാനാണ്. ഒന്നാമത്തെ ബാധ എൻ്റെ പാസ്റ്റാണ്, എൻ്റെ ഫ്യൂച്ചറാണ്. ഇത് രണ്ടും കൂടാണ് എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ ചിന്തകൾ. ഭാവി എന്താവും, കഴിഞ്ഞതൊക്കെ ഓർത്ത് വിഷമിക്കുക, ഭാവി ആലോചിച്ച് ടെൻഷൻ അടിക്കുക. ഇതിലൂടെയാണ് മറ്റു ബാധകളും കൂടെ കയറുന്നത് ഇതിനകത്തോട്ട്. ഞാൻ എന്നുള്ള ഇല്ലെങ്കിൽ വേറെ ഒരു ബാധയ്ക്കും കയറാൻ പറ്റത്തില്ല. കാരണം അതിന്റെ തുടക്കം എന്നില്ല. ഞാൻ എന്നുള്ള ഇല്ലെങ്കിൽ അവിടേക്ക് ഈശ്വരനും ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കയറും. അത് സിമ്പിളായിരിക്കും എന്ന് പറയുന്നത്, വിനീതനായിരിക്കണം എന്ന് പറയുന്നത്, നന്ദിയുള്ളവനായിരിക്കണം എന്ന് പറയുന്നത്, സമർപ്പണമുള്ളവനായിരിക്കണം എന്ന് പറയുന്നത്. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചെറുതാകും. അപ്പം നമ്മളേക്ക് ഈശ്വരൻ വന്നെന്ന് അറിയുക. മറ്റേ ഞാനിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിറഞ്ഞ്
അത് നല്ലതായാലും ചീത്തയായാലും പ്രശ്നമാണ്. ഞാൻ ഭയങ്കര ക്യാമറ, ഞാൻ വലിയ ആളോ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കും, അതും പ്രശ്നമാണ്. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാനും അങ്ങനെയാണ്, ഞാൻ ഒന്നിനും, എൻ്റെ ജീവിതം എങ്ങനെയായി പോയി. ഇത് രണ്ടും ഒന്ന് തന്നെ, ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ. ഇത് രണ്ടും ഞാനാണ്. ഇതുള്ളപ്പോൾ ദേവതയ്ക്ക് കയറാൻ പറ്റൂല, എത്ര പ്രാർത്ഥിച്ചാലും ഫലം കിട്ടത്തില്ല. ആ ഒരു ദേവത ചുറ്റും അകത്ത് കയറാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക, പക്ഷെ ഇവിടുന്ന് കരഞ്ഞോണ്ടായി വിളിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ, ഞാൻ ഭയങ്കര മിടുക്കനാണെന്ന് പറയുന്നത് രണ്ടും നടക്കത്തില്ല. അവിടെ സീറോ വരും, ബാലൻസ്ഡാവും, സെൻറ്റർ വരും, അവിടേക്ക് ഈശ്വരൻ വരും. അപ്പം അങ്ങനെ നല്ല പ്രായം മുഴുവൻ ഈഗോ പ്രൊമോട്ട് ചെയ്തിട്ട് ഞാൻ വലിയ ആളെന്ന് പറഞ്ഞു, ഞാൻ വലിയ സന്യാസി എന്നൊക്കെ പറഞ്ഞു. ഒരാൾക്ക് എളുപ്പം വലിയവനാവണമെങ്കിൽ എളുപ്പമുള്ള ഒരു മാർഗമാണ് ഭാരതത്തിൽ ഒരു കാവ്യെടുത്തിട്ടാണ്. എത്ര ഫ്രാഡ് തരമായെങ്കിലും അയാൾ ആളുകൾ റെസ്പെക്ട് ചെയ്യും. സ്വാമി 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 അല്ലേ? നിങ്ങൾ അടുത്തൊരു സ്ത്രീകൾ വരുന്നില്ല ഇരിക്കട്ടെ, നിങ്ങളൊരു കാവ്യം എടുത്തെടുത്ത് കഴിഞ്ഞാൽ സ്ത്രീകൾ നിങ്ങളുടെയൊക്കെ ഒന്ന് തൊഴും. അവർക്ക് നിങ്ങളെ വലിയ ബഹുമാനം സ്നേഹമായിരിക്കും. സ്നേഹമല്ലോ വരത്തില്ല, ബഹുമാനം മതി. അപ്പോൾ ഒരാൾക്ക് ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് കാവ്യം എടുത്തു കൊടുക്കുക. ഭാരതത്തിൽ ഒരു ഗുരുവാകുക, വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളെ ആളുകൾ അംഗീകരിക്കും. നിങ്ങളുടെ ഈഗോയെ പ്രൊമോട്ട് ചെയ്യപ്പെടും, അതുകൊണ്ട് നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. 10 പാതയും കൂടെ കൂടുതൽ കയറും, അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, മൈൻഡ് ഇങ്ങനെ ഈഗോയെ പ്രൊമോട്ട് ചെയ്ത് നീ വലിയ സംഭവം, ഇപ്പോൾ കല്യാണം കഴിക്കാറില്ല, നീ ഭയങ്കര സ്പിരിച്വലാവും, നിനക്ക് വലിയ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഈ നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു പ്രായം അങ്ങോട്ട് കഴിയുമ്പോൾ ആളുകളുടെ നിന്നയും ആളുകൾ അടുപ്പിക്കത്തില്ല, വീട്ടിൽ കയറ്റത്തില്ല. കാര്യം എന്താ? കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ച ആള് നാട്ടിൽ കിട്ടുന്ന റെസ്പെക്ട് കഴിക്കാത്ത ആളിന് കിട്ടുമോ? അപ്പം ഇവൻ വീട്ടിൽ കയറ്റിയ പ്രശ്നമാണെന്നുള്ള ചിന്ത, എൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോകുമെന്നുള്ളത്, അല്ലേ എൻ്റെ പെങ്ങൾക്ക് വല്ലതൊക്കെ ചെയ്യൂ, എൻ്റെ മോളെ വല്ലതും ചെയ്യൂ. നിങ്ങളൊരു ദിവസം മേളിൽ കയറി നിങ്ങൾ വീട്ടിലോട്ട് വരുമ്പോൾ ഗസ്റ്റ് റൂമിൽ നിങ്ങളെ കിടക്കാൻ പറഞ്ഞ് വളരെ സ്നേഹമായിട്ട് കിടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഗൃഹനാഥൻ റൂമിൽ കയറി കഥവടച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറ്റിയിടും. ഒന്നിനുമല്ല, ചുമ്മാ ഒരു കുറ്റി വന്നിട്ട് മോളെ കുറ്റി വന്നിട്ടേക്കണം കേട്ടോ, എന്നും കുറ്റിയിടാല്ലേ, ഇന്നും കുറ്റി ഇട്ടിട്ട് കിടക്കണം. എന്താ? ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് പറയും ഒരു കുറ്റിയിട്ട. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ആലോചിക്കും, എന്നാൽ പിന്നെ ഒന്ന് കെട്ടിയേക്കാം. അപ്പോൾ വൈകി പെണ്ണുങ്ങളുണ്ടോ? ഒരുപാട് ഏഴായി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കിട്ടും. അപ്പം വിഷമാണ്, അങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് പറഞ്ഞാൽ പിന്നെ മൈൻഡ് നിൽക്കുന്നേ, ഇനിയും പോയി ഓട്. നമ്മള് അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് പറയുന്ന ഒറ്റ കാര്യമാണ്, ഒരു കല്യാണം പണ്ടത്തെ കൂട്ട് അല്ല ഇന്നെന്ന് പറയുന്നത്. ഒരു കല്യാണത്തിനും ഗ്യാരണ്ടി ഇല്ല. ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇതൊക്കെ വന്നു, ഒരു കോളേജിന്റെ സെലിബ്രേഷൻ വെക്കും, റീയൂണിയൻ തീർന്നു. അതോടുകൂടി ഇപ്പൊ കട്ടി നല്ല എൻ്റെ ജീവിതം മൊത്തം ബോറാണ്, എൻ്റെ ജീവിതവും ബോറാണ്. എന്നാ പിന്നെ നമുക്കങ്ങ് ചോദിച്ചാൽ അന്നത്തെ കൂട്ട് നമുക്ക് ഒന്നിച്ചാൽ ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ഫാമിലി ലൈഫാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂട്ടും നടക്കത്തില്ല ഇനിയുള്ള കാലം. ഇത് കണ്ടുകൊണ്ട് അമേരിക്കയിലെയൊക്കെ കൂട്ട് പ്രിപ്പയർ ആയിട്ട് നമ്മൾ വിവാഹ ജീവിതത്തിലോട്ട് കിടക്കാം. ഇതിൽ നമ്മൾ വലിയ ഒരു തേങ്ങയും മാങ്ങയൊന്നും പ്രതീക്ഷിക്കാം, ഒന്നും വേണ്ട. നമ്മളങ്ങനെ വിവാഹത്തിലേക്ക് പോയിട്ട് കുറച്ച് നാൾ ഈ വണ്ടി ഓടിച്ചിട്ട് ഈ വണ്ടി കൊള്ളത്തില്ലെങ്കിൽ അങ്ങ് കൊടുത്തേക്കണം കിട്ടിയ വിലക്ക്. നിങ്ങൾ കുറച്ച് നാൾ വിവാഹം കഴിച്ച് കുറച്ചാൾ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് അത് പറ്റുന്നില്ല, ഡൈവോഴ്സ് ചെയ്യാമല്ലോ. പണ്ടത്തെ കൂട്ടൊരു ബുദ്ധിമുട്ടുള്ള പ്രോസസ് അല്ല ഡൈവോഴ്സ്, കാരണം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പണ്ടൊക്കെ ഡൈവോഴ്സായ ഒരു പെണ്ണ്, പുരുഷൻ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പരാജയപ്പെട്ടവനായിരുന്നു.
പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അഭിമാനം ഇന്നൊരു ഫ്രീ ആയി ആളെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് കൂട്ടായി മാറി. അവിടെ അവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ആള് ഫ്രീ ആയി എന്ന് പറയുന്നത്. ഫാമിലി ലൈഫിൽ തീർച്ചയായിട്ടും ഗുണങ്ങളുണ്ട്. നല്ലൊരാളെ കിട്ടിയാൽ ഓക്കെ, അങ്ങനെ പറയാൻ പറ്റും. ഒന്നും ഉറപ്പില്ല. മനസ്സിലായോ? പിന്നെ നമ്മളും നിൽക്കുന്ന കൂട്ടൊക്കെ ഇരിക്കും. കുറെ പ്രശ്നം ഉണ്ടായിക്കോണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് നിന്ന് നന്നായിട്ടും പോവും കുടുംബങ്ങള്. ഇപ്പൊ ഒരു 2 സുഹൃത്തുക്കൾ ഒന്നിച്ച് ജീവിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. മാത്രമല്ല, എന്നും നിങ്ങൾ ഈ വിവാഹം കഴിക്കാൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സെക്സ്വൽ ഡിസയറൊക്കെ ഫുൾഫിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നും പല സ്ത്രീകളെ അല്ലെ അവരെ കിട്ടാൻ ബുദ്ധിമുട്ട്. അതിന് പൈസ ചിലവുണ്ട്, അസുഖങ്ങൾ വരാം, ചീത്തപ്പേരുണ്ടാകാം. അത് മറ്റുള്ളവരുടെ ഭാര്യ ഭർത്താവിലാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് ഹായ് നമ്മൾ അഡൽട്ട് കണ്ടന്റുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതിയോ? ഓക്കെ ഓക്കെ. അപ്പം അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം എന്ന് മാത്രം ഒന്ന് മാറ്റി ചിന്തിക്കണം എന്നുള്ളൂ. കാലത്തിനനുസരിച്ച് കോലം കെട്ടുകയെന്നുള്ളത്. ഇപ്പൊ ഇതൊക്കെ സമയാസമയങ്ങളിൽ നടന്നു പോയാൽ നല്ല ബന്ധങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ഏജ് കഴിഞ്ഞാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുള്ള കല്യാണം നടക്കാതെ വന്നല്ലേ 2ാം കെട്ട് നടന്നിട്ട് കുഴപ്പമായിട്ട് സൈക്കോയാണ് നമ്മൾ കെട്ടിക്കഴിയുമ്പോഴാണ്. അപ്പൊ ആദ്യം കെട്ടിയും പറയും എങ്ങനെയുണ്ട് നമ്മുടെ ഭാര്യക്ക്. അപ്പൊ ഭയങ്കര പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ കളഞ്ഞത്. അല്ലേ ഭർത്താവ് തിരിച്ച് മനസ്സിലാവുന്നുണ്ട്. മറ്റേ പെണ്ണ് വിളിക്കും നിന്റെ ഭർത്താവ് അതാ ഞാൻ കളഞ്ഞെന്ന് പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ സമയാസമയങ്ങളിൽ കല്യാണം കഴിച്ച് ആക്രാന്തങ്ങൾ തീർത്ത് മുന്നോട്ട് പോയാൽ പിന്നീട് വലിയ ശല്യം ഉണ്ടാവത്തില്ല. നമുക്കത് അറിയാം. അതിന്റെ ഒരു ഗുണമൊക്കെ അറിയാം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഒരുപാട് ഭയക്കേണ്ട കാര്യമില്ല. പണ്ടത്തെ പോലെ നിങ്ങളിത് പ്രതീക്ഷിച്ചുകൊണ്ട് പോവാതിരിക്കുക എന്ന് മാത്രമേ ഇതിനകത്തൊരു ടെക്നിക്ക്. പഴയ അച്ഛൻ അമ്മ സങ്കല്പത്തില് അച്ഛൻ അമ്മ കുടുംബ സങ്കല്പം തലേന്ന് കളയാം. കാലം മാറി അൾട്രാ മോഡേൺ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. സിംഗപ്പൂരൊക്കെ മക്കളെ കെട്ടരുതെന്നാണ് അമ്മയും അച്ഛനും പറയുന്നത്. മോനെ അറിയാതെ പോലും വിവാഹം കഴിച്ചു പോകരുത്, ലിവിങ് ടുഗദറിൽ പൊക്കോ. കാരണം കല്യാണം കഴിച്ചിട്ട് അടുത്ത ദിവസം ഡൈവോഴ്സ് ചെയ്താൽ പകുതി സ്വത്ത് കൊടുക്കണം പെണ്ണിന്. അവിടെ ഇതൊരു ബിസിനസ്. 4-5 കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഈ പെണ്ണ് അങ്ങ് റിച്ചാവും. സുഖമാണ്, പണിയെടുക്കണ്ട, ഇങ്ങനെ എൻജോയ് ചെയ്ത് പബ്ബിലൊക്കെ പോയി ഇങ്ങനെ അടക്കാം. അറിയാതെ പോലും മോൻ കല്യാണം കഴിക്കരുതെന്ന് പറയും അവിടെ. മനസ്സിലാവും? അപ്പൊ ഇനിയുള്ള കാലഘട്ടം ഒന്നും പ്രതീക്ഷിക്കാതെ സന്തോഷത്തോടുകൂടി പ്രസന്റിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുക. അപ്പപ്പ ചെയ്തു പോകേണ്ട കാര്യങ്ങൾ അപ്പപ്പ ചെയ്തു പോകണം. ഇതിപ്പോ വേണ്ട എന്ന് മസിൽ പിടിച്ചിരുന്നു. ആദ്യമൊക്കെ കുറെ വീട്ടുകാരൊക്കെ പറയും മോനെ വേണ്ട ഇരിക്കുക. പിന്നെ അവരും പറിച്ചു കൊടുത്തു. അവസാനം എത്രാളെപ്പറ്റി നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ പോലും കേൾക്കാത്ത അവസ്ഥയാണ്. കാരണം എന്നെ കണ്ടെങ്കിൽ പോയി പോയിട്ട് പിന്നെ പറയാൻ തന്നെ അവർക്ക് നാണക്കേടായി. ഏജ് ഇത്രയായി, അവർക്ക് നാണക്കേട്. ഇനി പറഞ്ഞാൽ തന്നെ ഒത്തു വന്നാൽ തന്നെ പല കുഴപ്പങ്ങളുണ്ടാവും. ഈ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. എന്താ കിട്ടാത്ത ബുദ്ധിമുട്ടുകള്. പിന്നെ ഈ വെപ്രാളപ്പെട്ട് നോക്കുമ്പോൾ ഒന്നും നടക്കത്തുമില്ല. നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ ആർക്കും നമ്മളെ ഇഷ്ടപ്പെടുത്തില്ല. ഏതൊക്കെ ഒരുപാടായിട്ട് നമ്മൾ തന്നെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് വൈബ്രേഷൻ അടിക്കുന്നത്. തന്ത വൈബാവും. തന്ത വൈബ് ഒക്കെ ഇപ്പൊ ഈ ഒരു മൈൻഡിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനത്തെ കുറെ സംസാരങ്ങൾ ഉണ്ടാവും. ഇപ്പൊ യൂഷ്വലി ഞാൻ വിട്ടു നിൽക്കും. ഇങ്ങനത്തെ കുറെ ചർച്ചകളൊക്കെ നടക്കും. ഞാൻ നൈസരി മിണ്ടാണ്ട് മ്യൂട്ടല് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ചർച്ചകളൊക്കെ നടക്കും. എനിക്ക് മൈൻഡിലുണ്ട് വെച്ചാൽ നല്ലത് എന്താണോ നടക്കാനുള്ളത് അത് നടക്കുന്നു. നമ്മളെ ഒന്നും വേണ്ടെന്നോ വേണമെന്നോ ഒരുപാട് പറയാതിരിക്കണം. ഒഴുക്കിനനുസരിച്ച് നീങ്ങാം. എന്താണെന്ന് പറഞ്ഞാലേ നമുക്കറിയാത്ത ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും വ്യത്യസ്തമായിട്ട് പോകുമ്പോൾ. അപ്പം നോർമലായിട്ടുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായി ചെയ്യാനുള്ളൂ. ജേതാക്കൾ വ്യത്യസ്തമായ കാര്യങ്ങളല്ല ചെയ്യുന്നത്, അവർ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. വിശ്വഖേര് പറഞ്ഞില്ലേ അങ്ങനെ?
Winners don't do different things, they do things differently. ജേതാക്കൾ വ്യത്യസ്തമായ കാര്യങ്ങളല്ല ചെയ്യുന്നത്, അവർ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്നേ ഉള്ളൂ. രീതിയിൽ ചെയ്യും. ആ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡോട് വിവാഹം കഴിച്ചു, അല്ലാതെ വിവാഹം കഴിക്കാതിരിക്കുന്ന വ്യത്യസ്തമായ കാര്യം, പക്ഷെ അത് പ്രശ്നമാണ്. മനസ്സിലായി. അതായത് അങ്ങേറ്റം അത് പണിയാണ്. കുറച്ചൊക്കെ നമുക്ക് ഉള്ളിടത്ത് നിന്ന് വ്യത്യസ്തമായി നമുക്ക് ചെയ്യാം, പക്ഷെ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചടിക്കുന്നതാണ്. അതാണ് ഈ മൈൻഡിന്റെ വിഷയമൊക്കെ ഞാൻ പറഞ്ഞത്. നമ്മൾ അറിയാത്ത പ്രശ്നങ്ങൾ അധികമാണ്. ഇപ്പൊ എക്സാമ്പിൾ, ഞാൻ ആദ്യമായിട്ട് ബോംബെ ചെല്ലുന്ന സമയത്ത്, ബോംബെയിലെ ബീഡ് തിരക്ക് ഭയങ്കര ഫേമസ് ആണ് ട്രെയിനിനകത്ത്, ബോംബെ ലോക്കൽ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഡബ്ബയിൽ ആൾക്കാർ വളരെ കുറവ്. ഡബ്ബ എന്ന് പറഞ്ഞാൽ ബോഗി. ഞാൻ നോക്കിയപ്പോൾ ഈ മണ്ടന്മാരൊന്നും അതിനകത്ത് കയറുന്നില്ല, എല്ലാവരും ഇടിച്ച് മറ്റുള്ളവർ ഇടിച്ചായി സാധനങ്ങളൊക്കെ ചത്തുപോകുന്ന ഇത് ഇടിച്ച് കയറുക. ഇവിടെ കുറച്ച് 5-8 പേരേ ഉള്ളൂ മണ്ടന്മാര്. നമ്മൾ നേരെ ചാടി അങ്ങോട്ട് അങ്ങ് കയറി, വണ്ടി അങ്ങോട്ട് വിട്ടത് ആൾക്കാരെല്ലാം കൂടെ ചീത്ത വിളിച്ച് നമ്മളെ തല്ലാനൊക്കെ വരുന്നു, തെറി പറയുന്നു മറാഠിയിൽ, നമ്മളെ അടിക്കാൻ വരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത സ്റ്റേഷനിൽ തന്നെ തെള്ളി ഇറക്കി വിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം അവിടെ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് പറയുന്നത് അത് വികലാംഗരുടെ ഡബ്ബയായിരുന്നു. അപ്പൊ നാട്ടുകാർ ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, നമുക്കിത് പിന്നെ മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ മിടുക്കനാണെന്ന് നമുക്ക് തോന്നും, നമ്മൾ വ്യത്യസ്തനാണെന്നൊക്കെ തോന്നും. ഇതൊരു അരപ്പണിയാണ്, 1.5 പണിയാണ് പിന്നത്തേക്കുള്ള. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മളുടെ ഈഗോ കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. ആ സമയം നമുക്ക് ഈഗോ ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കും അതിനകത്ത് എന്തെങ്കിലും കാര്യം കാണും. ഇത്ര ആൾക്കാർ അതിനകത്ത് കയറുമ്പോൾ ഈ ഡബ്ബയ്ക്കകത്ത് കയറി എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും. അതൊന്ന് ചോദിച്ച് പിന്നെ നമ്മളിങ്ങനെയൊക്കെ ഉള്ളിടത്തൊന്ന് ചോദിക്കുക നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് ചെയ്താൽ പാടില്ല. മനസ്സിലാവും നമുക്ക്. ഇത് നമുക്ക് സൂക്ഷം മനസ്സിലാവും ഇങ്ങനത്തെ 3-4 പണി കിട്ടി കഴിയുമ്പോൾ. മനസ്സിലായോ? അത് ഇത് അനുഭവിച്ച് പഠിക്കാൻ നിൽക്കരുതെന്നാണ് ഇപ്പം പറഞ്ഞത്. ഞാൻ എട്ടർണോ എന്നൊരു വണ്ടി എടുത്തു, ഗിയർഡ് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട്. കാലിൽ ഗിയറുള്ള സ്കൂട്ടർ ഹോണ്ട ഇറക്കിയ ഒരു വണ്ടിയാണ് കുറെ നാൾ മുമ്പ്. എട്ടർണോ എന്ന് പറയും. എട്ടർണോ കുറെ നാൾ മുമ്പ് ഞാൻ അപ്പൊ ഇത് ഇറങ്ങിയ സമയത്ത് ഈ സസ്പെൻസ് ഗിയറും സ്പെഷ്യൽ സംഭവമാണല്ലോ, വ്യത്യസ്തമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ട് ഇതിനാണ് ഭയങ്കര വെയിറ്റും. വൈഫിന് വേണ്ടി എടുത്ത, വൈഫിന് ഓടിക്കാനും പറ്റത്തില്ല, മൈലേജ് ഉണ്ട് എന്നുള്ളത്. ഒരു ഗവൺ ഇത് പൊക്കി ഒരു ഗവൺ ഇത് കൊണ്ടുവന്നൊരു കയറ്റം പെട്രോൾ കൊണ്ട് കയറുന്ന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് അണയ്ക്കും അടിക്കാനൊന്നും വയ്യ പുള്ളിക്ക് ഈ വണ്ടി. അപ്പം ഞാൻ അതുപോലെ തന്നെ ഭയങ്കര പാടുപെട്ട ഒരു സംഗതി. ഇത് വിൽക്കുമ്പോൾ ആരും വാങ്ങിക്കാനില്ല. ഇതങ്ങ് നിർത്തിയില്ല, പ്രൊഡക്ഷൻ ഫെയിലിയർ ആയതുകൊണ്ട് ഇതിന്റെ സാധനങ്ങളും കിട്ടാനില്ല. ഹോണ്ടയിൽ തന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞാനിത് വിറ്റൊഴിയുമായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അന്നേ ഹോണ്ട സിറ്റി എടുത്തവൻ അല്ല ഹോണ്ട ആക്റ്റീവ് എടുത്തവൻ ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുക. എത്ര വർഷമായി മനസ്സിലായോ? റീ രജിസ്റ്റർ ചെയ്ത് വരെ ഓടിച്ചുകൊണ്ടിരിക്കുക. ആ ഷെവർലെ ആവിയൊന്നും നാട്ടുകാർ എടുക്കുന്ന എന്തെങ്കിലും കാര്യം കാണുന്നില്ലേ? ഷെവർലെ ആവിയോ എന്ന് പറയുന്ന കാർ എടുത്തു, ഷെവർലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഷെവർലെ ആവിയോ. അവരാണ്ടേ ഇല്ല, എല്ലാം മണ്ടനടങ്ങി പോയി. ഇത് വിറ്റ സമയത്ത് എന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്താൽ വിറ്റത്. വലിയ നഷ്ടം കൊടുക്കുന്നത്, കാരണം ബാങ്ക് ലോൺ ഇതുമായിട്ട് റീസെയിൽ വാല്യൂ ഇല്ലാതെ വന്നിട്ട് ബാങ്ക് ലോണിന്റെ ഇത് വെച്ചിട്ട് വിൽക്കണമെങ്കിൽ ഇത് 1.5 ലക്ഷം ഇല്ല, 1 ലക്ഷം രൂപ അടുപ്പിച്ച് ലോൺ അമൗണ്ട് ഡിപ്രീസിയേഷൻ വെച്ചിട്ട് കൊടുത്തിട്ടാണ് വിറ്റത്. ഇല്ല ഇനി നഷ്ടം കൊടുക്കുന്നുണ്ട്. പൈസ ലോൺ അടച്ചല്ലേ പറ്റും. അവൻ എന്തോ എടുത്തോ, മാങ്ങ എടുത്തോ, തേങ്ങ എടുത്തോ, വണ്ടി എടുത്തോ, വീട് ഒന്നും അറിയില്ല, അവന് പൈസ കിട്ടണമല്ലോ. ഇല്ല ബാങ്കുകാരന് ഡിപ്രീസിയേഷൻ വന്ന സാധനം എടുത്തിട്ട് പിന്നെ പൈസ കുറഞ്ഞ് കഴിയുമ്പോൾ ഇത് ലോൺ തീർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് വിൽക്കുന്ന പൈസ കുറച്ച് വലിയ ലോൺ ഇരട്ടിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ രണ്ടാമത് പിന്നെ എടുത്തപ്പോൾ ഇന്നോവ എടുത്തു വന്നു ബോംബെ വെച്ചിട്ട്. അതെന്താ ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ? കാരണം ആളുകൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുള്ളപ്പോൾ ഞാൻ പഠിച്ച് ഇതുപോലെ കുറേ അനുഭവം വന്നു. അതിന് സത്യമായിരുന്നു. ഇന്നോവ വിറ്റ സമയത്ത് എനിക്ക് 2.5 ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടി. പിന്നെ 2.5 ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആളുകൾ പറഞ്ഞ എന്തോ കാര്യമില്ലേ? അപ്പൊ എന്തെന്നും അറിയത്തില്ല,
കാര്യങ്ങൾ ശാസ്ത്രവിധി പ്രകാരം ആചാര്യന്മാർ പറഞ്ഞ രീതിയിലും അറിവുള്ളവർ പറഞ്ഞ രീതിയിലും നാട്ടുകാർ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്തുകൊണ്ട് അതിനകത്തിലെ വ്യത്യസ്തത കണ്ടുപിടിച്ച് ചെയ്തോളാം. മനസ്സിലായി. ദോശ തിരിച്ചിരുന്നോട്ടുള്ള പരിപാടി ചെയ്യരുത്, അത് പണിയാണ്. നേരെ തിരിച്ച് ചെയ്യരുത്. പിന്നെ 8ന്റെ പണി കിട്ടി കഴിയുമ്പോൾ നൂരാൻ പോലും പറ്റത്തില്ല, നൂരാൻ പോലും. അപ്പൊ അതിനകത്തുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. പല പെണ്ണുങ്ങൾക്ക്, നിങ്ങൾക്കറിയാം, പെണ്ണുങ്ങൾക്ക് ഒരുപാട് പേർക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്. കേരളത്തിലെ ഒരുപാട് പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്. അത് തന്നെ കൗൺസിലിങ്ങിന് ആൾക്കാർ വരാറുണ്ട്. സാറേ എനിക്ക് കല്യാണമായി, ആങ്സൈറ്റി, സ്ട്രെസ്, എനിക്ക് താല്പര്യമില്ല, എനിക്ക് വേണ്ട, പക്ഷെ വേണമെന്നും എന്തോ വേണമെന്ന് അറിയത്തില്ല. എന്നിട്ട് ഈ കഥകളൊക്കെ കിട്ടട്ടെ. അവരോടും പറയുന്നത് ഇത് തന്നെ, ഈ കാര്യങ്ങളൊക്കെ തന്നെ. നിങ്ങൾ ഒരു കുറച്ച് ദിവസം കല്യാണം കഴിച്ചിട്ട് കൊള്ളത്തില്ല, ഡൈവേഴ്സ് ചെയ്തു. നിങ്ങളെന്തിനാ പേടിക്കുന്നത്? ഇഷ്ടം പോലെ വേറെ ആണുങ്ങളെ കിട്ടും. ഒരുപാട് ഡൈവേഴ്സ് നടക്കുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് റീയൂസ്ഡ് കാർസ് ഒക്കെ ഒരുപാട് വിൽക്കുന്നുണ്ട്, ഒരുപാട് അവൈലബിൾ ആണ്. പണ്ടാണെങ്കിൽ അങ്ങനെയല്ല. അപ്പൊ ഇപ്പൊ അങ്ങനല്ല. നിങ്ങൾക്ക് വേറെ വിവാഹം പഠിക്കാം, പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കിയിട്ട് കെട്ടാണ്ടിരിക്കുന്നത് നല്ലതാണ്. അത് ശരിയാ. ഡിസൈർ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ കുറച്ച് ലാഘവ ബുദ്ധിയോടെ കണ്ടാൽ മതി. ഇതിനൊരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നമ്മൾ ലോജിക്കലി ഒരുപാട് തിങ്ക് ചെയ്ത് ഭ്രാന്ത് പിടിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ സമയത്ത് വരുന്നിടത്ത് വെച്ച് കാണാം. ഇതിലും വലിയ എത്രയോ അപകടങ്ങൾ നമ്മൾ തരണം ചെയ്ത് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതൊരു വലിയ പ്രശ്നമല്ല. ഇതിലും വലുതെന്തോ വരാനുള്ളത്, ഇങ്ങനെ അങ്ങ് പോയി എന്ന് പറയാം ഇത് കഴിയുമ്പോ. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്നു? അപ്പൊ അതുകൊണ്ട് ഇത് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. ഞാൻ സ്പിരിച്വൽ അല്ലെന്ന് പറയാൻ പറ്റും. മനസ്സിലാവുന്നില്ല? ഏറ്റവും വലിയ ഋഷിയാണ് അഗസ്ത്യനാണ്. വസിഷ്ഠൻ ഗൃഹസ്ഥനാണ്. വസിഷ്ഠൻ ഗൃഹസ്ഥനാണ്. വിശ്വാമിത്രൻ ഗായത്രിയുടെ വസിഷ്ഠൻ ഗൃഹസ്ഥനാണ്. ശ്രീരാമന്റെ ഒക്കെ ഗുരു വസിഷ്ഠൻ ഗൃഹസ്ഥനായിരുന്നു. ജനകൻ രാജാവാണ്, ഗൃഹസ്ഥനായിരുന്നു. കൃഷ്ണൻ അപ്പം മനസ്സിലാവുന്നുണ്ടോ? അഗസ്ത്യൻ ലോപാമുദ്രയായിരുന്നു വൈഫ്. യാജ്ഞവൽക്യൻ, ഗാർഗി, മൈത്രേയി എന്ന് പറഞ്ഞ 2 ഭാര്യമാരായ സ്ത്രീരത്നങ്ങൾക്കാണ് യാജ്ഞവൽക്യൻ യോഗം ഉപദേശിക്കുന്നത്. യാജ്ഞവൽക്യ യോഗം എന്ന് പറയും. ഭഗവാന്മാരങ്ങനെയാണ്. ആരാണ് പറയുന്നത് ഈ കല്യാണം കഴിക്കാതിരിക്കണം എന്നാലേ സ്പിരിച്വൽ ആവത്തുള്ളൂ? അതല്ല, എനിക്ക് ഇത്രയേ ഉള്ളൂ. കാരണം ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോ ഇതിന് ഒരു ഒബ്സ്റ്റക്കിളായിട്ട് ആരുമില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോ ബെറ്റർ ആകുമ്പോ എനിക്കെന്ത് ചെയ്യാം. മെഡിറ്റേഷൻ നമ്മളെ ജപവും ഇതൊക്കെ ചെയ്യാൻ കുറച്ചു നേരം ചെയ്യുന്നതിനിപ്പോ അവനവന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ആരും തടസ്സമൊന്നും പറയത്തില്ല. പക്ഷെ ഈ ജീവിതം തന്നെ ഒരു സാധനയാക്കി മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ സ്പിരിച്വാലിറ്റിയെ സെപ്പറേറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാരും നിങ്ങൾ ജീവിതം തന്നെ ധ്യാനമാക്കി മാറ്റ്. നിങ്ങളുടെ സെക്സ് ആയാലും നിങ്ങളുടെ ജീവിതത്തില് സെക്സ് ആയാലും ഫുഡായാലും ജോലി ചെയ്യുന്നതായാലും ജോലിക്കിടയിൽ നിങ്ങൾ ആർക്കെങ്കിലും പാര വെക്കുന്നത് പോലും ആത്മീയതയായിട്ട് കണ്ട് ധ്യാനാത്മകമായിട്ട് ചെയ്യണം. എല്ലാം ഈശ്വരന് സമർപ്പിച്ച് ജീവിതത്തിൽ ഈശ്വരൻ ഇല്ലാത്ത സമയം ഏതാണ് പറഞ്ഞേ? എന്തിലാണ് ഈശ്വരൻ കണ്ടോണ്ടിരിക്കാത്ത ഏതാണ്? നിങ്ങൾ കടവടച്ചിട്ട് ബാത്റൂമിൽ വെച്ച് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ ലളിതാ ത്രിപുരസുന്ദരി കാണുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത്രയും വലിയ മണ്ടൻ ലോകത്ത് വരണ്ടോ? ഉണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇതൊക്കെ സത്യങ്ങളല്ലേ. ദേവി അറിയാത്ത എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ? പക്ഷെ ആളുകൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും സ്പിരിച്വാലിറ്റി ഒന്നും പറയരുത്, ചിന്തിക്കരുത് എന്ന് പറയാം. കാരണം അത് തെറ്റല്ലേ. അപ്പം അത് ഡബിൾ കളിയല്ലേ. അത് അവനോട് കള്ളം പറയല്ലേ.
ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയാം, ചെറുപ്പത്തിലുണ്ടാകുമ്പോൾ പറയാറുണ്ട്. എപ്പോഴും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കണം. ഈശ്വരനില്ലാത്ത ഒരു സമയമില്ല, ഈശ്വരനില്ലാത്തൊരു സ്ഥലമില്ല, ഈശ്വരനില്ലാത്ത സമയമില്ല. ഈശ്വരൻ തന്നെ ജനിച്ച് ജീവിച്ച് മരിക്കണം. അപ്പോൾ ഈ ജന്മമരണചക്രങ്ങളില്ല. വെള്ളം മൊത്തം മുങ്ങിക്കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം കുളത്തിലെ വെള്ളം ഒന്നും ഇല്ലല്ലോ. എന്ന് പറഞ്ഞിട്ട് ഈശ്വരനിൽ മൊത്തം മുങ്ങി താഴണം, മുങ്ങി നിൽക്കണമില്ല. എല്ലാ ജോലിയും വർക്കും പ്രവൃത്തിയും സംസാരവും ഒക്കെ. അപ്പം പിന്നെ അവിടെ നെഗറ്റീവും ഇല്ല, പോസിറ്റീവും ഇല്ല, ഒരു ബന്ധവും ഇല്ല. അപ്പോൾ എല്ലാം ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. കല്യാണം കഴിക്കുന്ന ഈശ്വരനെ സമർപ്പിച്ച് ചെയ്യുക. ദേവി തീരുമാനിക്കുന്നോട് നടക്കട്ടെന്ന് പറയുക. അത് വരണമെന്നൊന്നും വേണ്ടെന്നും വെക്കണ്ട, ഒരുപാടങ്ങ് വേണമെന്നും വെക്കണ്ട. വരുന്നതനുസരിച്ചിട്ട് ഒഴിക്കുന്ന അനുകൂലമായിട്ട് നീന്തുക, വരുന്നതിനെ സഹിക്കുക, വരുന്നതിനെ സഹിച്ചോളാന്ന് പറയുക. അന്നേരം പിന്നെ അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് കളയുക, കളയേണ്ടതാണെങ്കിൽ. അല്ലെങ്കിൽ മുന്നോട്ട് പോകുക, അഡ്ജസ്റ്റ് ചെയ്യും, സന്തോഷം. ഇത്രയല്ലേ ഉള്ളൂ വരാനുള്ള സാധ്യതകൾ. വേറൊന്നും പുതിയതൊന്നും വരാനില്ല. കൂടിയാലും ഒന്നുമില്ല, ഒന്നിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും, അല്ലെങ്കിൽ പിരിയും. ഇത് രണ്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈശ്വരൻ തീരുമാനിക്കുന്നു നടക്കട്ടെ, ദേവി തീരുമാനിക്കുന്നു നടക്കട്ടെ പറഞ്ഞില്ല. പിന്നെ ഇതിനെക്കുറിച്ചൊരു ടെൻഷനും ഇല്ല. മുന്നോട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പോകും. നമ്മൾ ആ ഫ്യൂച്ചറിൽ ഭയമുള്ളപ്പോൾ ഭയക്കുന്ന കാര്യമൊക്കെ ചിന്തിക്കണം കൂടുതൽ. അത് അക്സെപ്റ്റ് ചെയ്യണം. അതിന്റെ എക്സ്ട്രീം ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം ആദ്യമേ. അത് ഞാൻ സഹിച്ചോളാന്ന് പറയണം. നമ്മൾ പണ്ട് അടി കിട്ടാൻ നേരം ഇങ്ങനെ പ്ലാൻ ചെയ്യാമല്ലോ സ്കൂളിൽ. ഇന്ന് ലേറ്റായി, പഠിച്ചിട്ടില്ല, സാറിന്റെ അടി കിട്ടും, കൂടി വന്നാൽ അടിക്കും, അടി അങ്ങ് കൊള്ളാം, ഇങ്ങനെ നീട്ടി കൊടുക്കും. അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ പേടിയില്ല. മറ്റേത് ചെല്ലും പേടിച്ചാണ് അവിടെ ചെന്ന് പകുതി ജീവൻ പോകും. സാറിന്റെ അടി കൊണ്ടോളാം. അതാ ഇവന്റെ ഈ നിശ്ചയദാർഢ്യം. പല പിള്ളേരിലും അടി കൊള്ളുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ? സാറടിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും. 1 അടിച്ച് 2 അടിച്ച് 3 അടിച്ച് അവന് പുല്ല് വിലകൾ. അന്ന് ആദ്യമേ പ്ലാൻ ചെയ്തിരിക്കുന്നു, 10 അടിച്ചവൻ ഞാൻ കൊള്ളും. ആ പേടി അതിവർത്തിച്ചിരിക്കും. വേറെ എല്ലാവരും അയ്യോ സാറ് അയ്യോ അല്ലേ, അത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് ജീവിതം ഒരു ഫൈറ്റാണ്, മനസ്സിലാവുന്നുണ്ട്. ഒരു പട്ടാളക്കാരൻ ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അയാൾ യുദ്ധം ചെയ്യാൻ പോകും? ഒരിക്കലില്ല. അത്രയും ബുദ്ധിമുട്ട് നമുക്കില്ലല്ലോ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി ലളിതാ ത്രിപുരസുന്ദരിയുടെ ആർമിയിലെ ഗണങ്ങളായി മാറും, ഭൂതഗണങ്ങളായിട്ട് മാറും. ഫൈറ്റിംഗ് മെന്റാലിറ്റി. ഫൈറ്റ് ചെയ്ത് കയറും. നിസ്സാരമാണ് ഇതൊക്കെ നിസ്സാരമാണെന്ന് പറയണം. ഇതൊരു ഭയങ്കര സംഭവമാക്കുന്ന മൈൻഡാണ്. പേടിപ്പിച്ച് ഭ്രാന്ത് പിടിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ വേണ്ടി വരികയാണ്. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ പതുക്കെ അടുത്ത് ഹലോ ആത്മഹത്യ ഉണ്ടായി മൈൻഡ് വന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് പണ്ടാരം ഉടക്കി. ഡൗട്ട് എല്ലാം വരുന്നത് ഇങ്ങനെ. ദേവിക്ക് സമർപ്പിക്കുന്നത്, ദേവി വിശ്വാസമുള്ള ആളിനെ ഇങ്ങനെ ഡൗട്ട് വരും. അല്ല, എനിക്ക് എന്റെ ഇതൊരു എക്സ്പീരിയൻസ് തൊട്ട് എനിക്ക് എല്ലാം ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്. കാരണം എന്താണോ നടക്കേണ്ടത് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അത് കൊള്ളാവുന്ന കുറേ നോക്കിയിട്ട് ഒരുപാട് ഡിമാൻഡ് ഒന്നും പറയാതെ കുറേ എണ്ണം എടുത്ത് നോക്കിയിട്ട് അതിൽ കൊള്ളാവുന്നത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. കുറേ എണ്ണം മുന്നോട്ട് എടുക്കുക, അതിൽ കൊള്ളാവുന്ന ഒന്നും എടുത്തിട്ട് മുന്നോട്ട് പോകും. അതേ ഉള്ളൂ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ബാക്കി ജാതകം പോലും പ്രാധാന്യമില്ല, പൊരുത്തം പോലും നോക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഹിന്ദു സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഇത് പറയുന്നില്ല. പൊരുത്തം നോക്കി എല്ലാവരും കെട്ടിയത്. ശ്രീരാമനും ശ്രീകൃഷ്ണനൊക്കെ സ്വയംവരമാണ്. അടുത്ത കാലം വരെ രാജാക്കന്മാർ 7 ചൊവ്വയുള്ളതുണ്ടോ നോക്കിയിട്ടാണോ വെള്ളം ഉണ്ടെന്ന് മാലയിടുന്നത് രാജാവിനെ? അല്ലല്ലോ. ശ്രീകൃഷ്ണന് 4 വേദങ്ങളില്ല, പുരാണങ്ങളിലില്ല, 4 ഇതിഹാസങ്ങളിൽ, രാമായണം മഹാഭാരതം പോലുള്ള 2 ഇതിഹാസങ്ങളിലില്ല. സനാതനധർമ്മത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിലും, ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള ഒരു ഗ്രന്ഥത്തിലും പൊരുത്തം നോക്കി വിവാഹം കഴിക്കാൻ പറയുന്നില്ല. പല വിധിപ്രകാരമുള്ള വിവാഹം പറയുന്നുണ്ട് അതിനകത്ത്, ഗാന്ധർവ വിധിപ്രകാരം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പൊരുത്തം നോക്കി വിവാഹം കണ്ടിട്ടില്ല. അത് ദേശാചാരങ്ങളായിട്ട് വന്നു കൂടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ ദേശത്ത്. അത് കേരളത്തിലുള്ള പൊരുത്തം നോക്കുന്ന സിസ്റ്റമല്ല നോർത്ത് ഇന്ത്യയിൽ, അതല്ല വേറെ രാജ്യങ്ങളിൽ. അപ്പം ലോകം മുഴുവനുള്ള 1000 കോടി ജനങ്ങൾക്ക് കേരളത്തിലുള്ള 5-8 ജ്യോത്സ്യന്മാര് പൊരുത്തം നോക്കി കൊടുത്ത് കല്യാണം കഴിപ്പിക്കുക എന്നുള്ള ഒരു സിസ്റ്റം ദൈവം വെക്കുമോ? അത് നടക്കുന്ന കാര്യമാണ്. ദൈവം അത്ര മണ്ടനാണ്. ഒരു കാര്യം, ഒരു തിയറി അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും അപ്ലൈ ആവണം.
മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു. മനസ്സിലായി. ഇപ്പൊ ഇങ്ങനൊക്കെ ഇനി പെണ്ണിന് ചെറുക്കനും ഇഷ്ടം ഉണ്ടെങ്കിൽ ഇതൊന്നും നോക്കണ്ടെന്നും പറയുന്നുണ്ട് ആചാര്യന്മാരാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ജ്യോതിഷത്തിൽ തന്നെ. അപ്പൊ ഞാൻ നോക്കിയിട്ടല്ല കെട്ടിയേക്കുന്നത്. ഞാൻ ഇതിനങ്ങ് ഒരുപാട് പിടിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞു കല്യാണം നടക്കട്ടെ, നിങ്ങൾ നോക്കേണ്ട പൊരുത്തം കമ്മ്യൂണിക്കേറ്റബിളാണ്, സൈക്കോയാണോ അല്ല. നമ്മൾ സംസാരിക്കുമ്പോ അറിയാന്നേ, സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർ അവരുടെ ബിഹേവിയർ കൊണ്ടുവരത്തുള്ളൂ ആദ്യം. ആ മാറിയത് അത് നമ്മൾ സത്യസന്ധനാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഒരാൾ മറയിട്ട് നമ്മുടെ സത്യസന്ധത എടുക്കണ്ടെന്നുള്ള ബേസ്. ഇപ്പൊ നിങ്ങൾ 50% സത്യസന്ധനാണെങ്കിൽ മറ്റൊരാൾ 50% കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ 95% സത്യസന്ധനാണെങ്കിൽ മറ്റൊരാൾ 5% കള്ളം പറയുമ്പോൾ തന്നെ മനസ്സിലാവും. 100% നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ മറ്റൊരുത്തൻ ഒട്ടും കള്ളം പറയാൻ പറ്റത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ എത്ര കള്ളം പറഞ്ഞോ അതിനനുസരിച്ചുള്ള കർമ്മഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതെടുക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള കള്ളം പറയുന്ന സ്ത്രീ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് സത്യസന്ധനാവുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന ഘടകം അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞോളാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കേൾക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ, ഉൾക്കൊള്ളുന്നു. അത് സത്യസന്ധത വെച്ചിട്ടായി നടക്കുന്നത്. നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങൾക്ക് നാർസിസിസ്റ്റിനെ മനസ്സിലാവുമല്ലോ. അല്ലാത്തവർക്കല്ലേ ഇത് ഗണി പോയി ചാടുന്ന അവരുടെ സൂപ്പിൽ വർത്തമാനത്തിൽ വീഴുന്നത്. മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾ സത്യസന്ധതയെ മുറുകെ പിടിച്ചുകൊണ്ട് വാസിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ സംസാരിക്കുമ്പോൾ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എത്ര കള്ളം പറഞ്ഞു, എത്ര അളവിലുള്ള കള്ളം പറയുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഒബ്സർവ് ചെയ്യുന്നു. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ, നമ്മൾ പറയുന്നത് ചുമ്മാ ചിരിച്ചോണ്ട് തലയാട്ടുവാണ്, അത് ഉൾക്കൊള്ളുന്നുണ്ടോ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ടോ, ഇതൊക്കെ നമുക്കറിയാലോ. അത് ചിരിച്ചോണ്ട് ശരിയാന്ന് പറഞ്ഞാൽ കള്ളത്തരമാണെന്ന് മനസ്സിലാവുന്നില്ലേ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സാധനം നിങ്ങൾ ചുമ്മാ തലയാട്ടുന്നുണ്ടോ, നിങ്ങൾ എന്നോട് മനസ്സിലാവുന്നില്ല, അത് ഒന്നുകൂടെ പറയുന്നില്ലേ, ഇതിങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാത്തതല്ലേ, ഇത് ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാറില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സത്യസന്ധനായോണ്ടല്ലേ അത്, ഇല്ല നിങ്ങൾ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ന് പറയും, ശരിയായി മനസ്സിലായി എന്ന് പറയും. അപ്പൊ നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്യാത്ത ആളാണെങ്കിൽ വിശ്വസിക്കും മനസ്സിലായി. ചില സാറന്മാരുടെ കൂട്ട് ക്ലാസ് എടുക്കുന്ന കൂട്ട് അപ്പൊ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഒരു മനസ്സിലായെന്ന് പറയുമ്പോൾ മനസ്സിലായില്ല എന്ന് പ്രാവശ്യം പറഞ്ഞു. അപ്പൊ ദേഷ്യം വന്നു. സാറ് പിന്നെ ഒന്ന് മനസ്സിലായോ, ഇപ്പൊ ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഇരിക്കുകയല്ലേ, അപ്പൊ ഇല്ലേ പിന്നെ എല്ലാവരും കൂടെ കളിയാക്കി ചിരിക്കുമല്ലോ. അപ്പൊ ഈ ചിരിക്കുന്നവരാണ് ഏറ്റവും വലിയ കുഴപ്പക്കാർ. അവർക്കൊട്ടും മനസ്സിലായിട്ട് അപ്പം പിന്നെ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു മനസ്സിലായെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ടോപ്പിലേക്ക് പോയി. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും പിന്നെ വരുന്നത്. അവസാനം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോഴാണ് ഒരു വസ്തു മനസ്സിലായിട്ട്. ആദ്യമേ ചിരിച്ചുകൊണ്ട് തലയാട്ട് അത് വിശ്വസിച്ച സാറ് മണ്ടൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലുള്ള അവസ്ഥ വരും. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ അയാൾ ഏത് രീതിയിലൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഒബ്സർവേഷൻ ഇതെല്ലാം നോക്കണ്ടേ. നമുക്ക് സൈക്കോളജിയിലേക്ക് PG എടുക്കാൻ പറ്റുമോ? അതിനായിട്ട് നമ്മൾ സത്യസന്ധനാണെ പറ്റും. നമ്മൾ ഒബ്സർവ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റബിൾ ആണ്. സത്യസന്ധത ഉണ്ടെന്ന് നോക്കണം. സത്യസന്ധത ഉള്ളവർ ചിലപ്പോൾ തെറ്റ് ചെയ്യത്തുമില്ല. മോശമല്ലേ പറയുന്നത്? മോശമല്ലേ? അല്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ സത്യത്തിൽ റൺ ചെയ്യുന്നതുകൊണ്ടാണ് സത്യസന്ധത നോക്കാൻ ഞാൻ പറയുന്നത്. എന്നോട് ചോദിക്കും എന്താണ്, എങ്ങനെയാണ് ഒരു വിവാഹത്തിന് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത് പലരും ചോദിക്കും. അവർക്ക് മനസ്സിലാവുന്നത് എളുപ്പം എന്താണ്. നമുക്ക് സൈക്കോളജി ഒന്നും പഠിക്കാൻ പറ്റില്ല. എളുപ്പമാണെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത് സത്യസന്ധത നോക്കാൻ പറയുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിലെല്ലാം നടക്കുന്ന സത്യത. ഇപ്പോൾ ഒരു കമ്പനി റിലയൻസ് പോലുള്ള വലിയ കമ്പനികൾ അവരുടെ സബ് കോൺട്രാക്ട് കൊടുത്തിട്ടാണ് വലിയ വലിയ വർക്കുകൾ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ഒരു കമ്പനിക്ക് സബ് കോൺട്രാക്ട് കൊടുക്കും. അപ്പോൾ അവർ പേര് ചീത്തയാവുന്ന ആൾക്കാരെ അവരെടുക്കുമോ? കൊട്ടേഷൻ എടുക്കുമോ ആ കമ്പനികളുടെ? അപ്പോൾ ആ കമ്പനികൾ എന്തോ നോക്കുന്നത് ശരിക്കും റിലയൻസ് പോലുള്ള ആ റെപ്യൂട്ടേഷൻ എന്തിനെ ബേസ് ചെയ്താ? ഒരു വർക്ക് പറഞ്ഞാൽ ഇത്ര ദിവസമുള്ളിൽ ഇത്ര സമയം കൊണ്ട് തീർക്കും, ഇത്ര രൂപയ്ക്ക്. പൈസ കൂടാൻ പാടില്ല, ടൈമും കൂടാൻ പാടില്ല. ഇതാ ക്വാളിറ്റി ഉണ്ടാവുകയാണ്. ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് ആണോ?
അപ്പൊ ഈ 3 ക്രൈറ്റീരിയ ഒന്നിച്ച് വരുന്ന കമ്പനികളിലേ അവരെടുക്കത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം പോകുന്നത് എന്തിനാ? സത്യസന്ധതയല്ലേ. അപ്പൊ അങ്ങനെയാണ് അവരുടെ സ്റ്റാഫുകൾ സത്യസന്ധരായിരിക്കണം. രാവിലെ 10 മണി കയറുന്ന കഴിഞ്ഞാൽ ഒരു 2 ചായ അതിനൊരു മണിക്കൂർ, അത് 11 മണിയാകുമ്പോൾ, അത് ഉച്ചക്കൂണ് 11 മണിയാകുമ്പോൾ കയറി. നമ്മുടെ ചില ജോലിക്കാരുടെ കൂട്ട്, ചില ആൾക്കാരുടെ കൂട്ട് കേരളത്തില് അവസാനം ചായ കുടിക്കാനായി 3 മണി 3:30 ആകുമ്പോഴത്തേക്കും വർക്ക് എന്തോ ചെയ്ത് വളരെ കുറച്ച് മാത്രം. അങ്ങനെയുള്ളവരെയൊക്കെ വെച്ച് ഇത് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ പറ്റുമോ? അപ്പോൾ വരുന്ന തൊഴിലാളികൾ സത്യസന്ധരായിരിക്കണം. അപ്പൊ സത്യസന്ധരായ തൊഴിലാളികളാണ് മേപ്പോട്ട് പ്രൊമോഷൻ കിട്ടിപ്പോകുന്നത്. പകുതി സത്യം പറഞ്ഞവർ അവിടെ കിടക്കും, ജീവിതകാലം മൊത്തം ബേസിൽ കിടക്കും, താഴെ കിടന്ന് വർക്ക് ചെയ്യും. കൂടുതൽ സത്യസന്ധരായ ആൾക്കാർ മേപ്പോട്ട് വിശ്വസ്തരായ ആളുകൾ മേപ്പോട്ട് കയറും. ആ വിശ്വസ്തതയാണ് നമ്മുടെ പ്രധാനം. അപ്പൊ എല്ലാം ട്രസ്റ്റ് എന്ന് പറഞ്ഞ വാക്കില കസ്റ്റമേഴ്സ് മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള വാക്കാണ് ട്രസ്റ്റ്. സോണി കമ്പനിയുടെ പരസ്യവാചകം ഇറ്റ് ഈസ് എ സോണി, ഇതൊരു സോണിയാണ്, ആ ട്രസ്റ്റാണ്. അത് പറഞ്ഞാൽ മതി. ഇടയ്ക്കുള്ള ഒരു പരസ്യവാചകം എങ്ങനെയാണ്? ഡ്യൂട്ടി മീൻസ് ക്വാളിറ്റി, മലബാർ ഗോൾഡ്. വിശ്വാസം അതല്ലേ എല്ലാം. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം കേട്ടാ. ഈ വിശ്വസ്തതയാണെന്നുള്ളതാണ് കസ്റ്റമേഴ്സിനും ഇടപാടുകാർക്കും എല്ലാം പ്രധാനം. അത് സത്യസന്ധതയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സിമ്പിളാണ്. ബെറ്റർ ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടാൻ ആൾ സത്യസന്ധനാണെന്ന് നോക്കിയാൽ മതി. പിന്നെ ചിലരുണ്ട് സത്യസന്ധത ചില കാര്യങ്ങൾ. അല്ല, അത് നമ്മൾ സത്യസന്ധനാണ് നമുക്ക് മനസ്സിലാവുന്നു അഭിനയിച്ചാൽ. ഇല്ലെങ്കിൽ ഇതത് വീണ് പോകുന്നു. നമ്മൾ സത്യം പറയുന്ന ആളാണ് നമുക്ക് മനസ്സിലാവുമല്ലോ. ചിലരുണ്ട് നമുക്ക് മനസ്സിലാവും. ചില ഞാൻ സത്യസന്ധന എന്തിലാ? എൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് മുഖത്ത് നോക്കി ഉള്ള കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറയും. ഞാൻ സത്യസന്ധനാണ് പറയും. ഏറ്റവും വലിയ കള്ളന്മാര് കാര്യം എന്ത്? തിരിച്ച് അങ്ങനെ അവരോട് പറഞ്ഞു നോക്കി, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് എന്തും പറയാം. നമ്മൾ അതുപോലെ തന്നെ പുറത്തു നോക്കി പറഞ്ഞു നോക്കി, ഇഷ്ടപ്പെടുമോ? അപ്പൊ കള്ളന്മാരല്ലേ അല്ലേ? അപ്പൊ ഇത് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമുക്കറിയാം സത്യസന്ധനാണോ. ആയിരക്കണക്കിന് മെത്തേഡാണ് നമ്മളുടെ ഐ കോണ്ടാക്ട്, നോട്ടം, ഭാവം, ഇതിനൊക്കെ നമ്മൾ മനസ്സിലാവും. ഒരുപാട് റിസർച്ച് ചെയ്യേണ്ട കാര്യം. നിങ്ങൾ സത്യം പറയുന്ന ആളാണെങ്കിൽ വേറൊരു സത്യം പറയുന്ന ആളെ കണ്ട അപ്പം മനസ്സിലാവും. കള്ളം പറയുന്ന ആളെ കണ്ട അപ്പം മനസ്സിലാവും. അത് നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവും എത്ര ശതമാനം കള്ളം പറയുന്ന ആളാണ്. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒബ്സർവ് ചെയ്യണം. അപ്പോൾ അവരുടെ ആയി കോണ്ടാക്ട്, അവരുടെ കാര്യങ്ങൾ ചുമ്മാ ഒരു കാര്യം മനസ്സിലായോന്ന് വെച്ചാൽ ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യം പറഞ്ഞിട്ട് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലായോന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചില സമയത്ത് നമ്മള് ചില താഴെ ആൾക്കാരുണ്ട്. ഞാൻ ഡൗട്ട് അവർ വിളിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ മനസ്സിലാക്കുമ്പോൾ അവർ ഇങ്ങനെ ഒരു ഉരുണ്ട് വരണ്ടിയും കളിക്കും. അപ്പൊ എനിക്ക് മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലായി ഒരു മാതിരി നോട്ടം നോക്കുമ്പോൾ. അതുപോലെ നമുക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ ഒന്നും എല്ലാം നമുക്ക് മനസ്സിലാവും. നല്ല ആളാണോ ഇല്ലയോ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പൊ നമുക്ക് മനസ്സിലാവും. അത് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ ചോയ്സ് പോയില്ലേ. അപ്പൊ നമുക്ക് ഒരാളുടെ ക്യാരക്ടർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒബ്സർവ് ചെയ്ത് നമുക്ക് ചേരുന്ന ആളാണ്, നമ്മളോട്ട് ഒത്തുപോകും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കമ്മ്യൂണിക്കേറ്റബിൾ ആണോ നോക്കേണ്ടത്. ഈ സത്യസന്ധത ബേസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റബിൾ ആണെന്ന് അല്ലയോ എന്ന് അറിയുന്നത്. നമ്മൾ പറഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ട്. മീൻസ് ചില ഇങ്ങോട്ട് പറഞ്ഞാൽ മതി അവരെ മനസ്സിലാക്കുന്നതൊക്കെ. നമ്മൾ അവരെ മനസ്സിലാക്കി നമ്മുടെ ജീവിതം കട്ടപ്പോയാത്തോ. നമ്മളെപ്പോഴും അവരെ മനസ്സിലാക്കുന്നത്, ഇങ്ങോട്ട് മനസ്സിലാക്കലൊന്നുമില്ല. അത് വൺ സൈഡാ. ചില എൻ്റെ സ്വപ്നം, എൻ്റെ സങ്കല്പം എന്നൊക്കെ പറയും. ഒക്കെ പ്രശ്നമാണ്. പക്ഷെ നമ്മൾ പറയുന്നത് കുറച്ചെങ്കിലും കേൾക്കുന്നുണ്ട്, കുറച്ച് അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. നമ്മൾ പറഞ്ഞാൽ അവർക്കും കേൾക്കുന്നുണ്ടോ, മനസ്സിലാവുന്നു, നമ്മളെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതെല്ലാം ആണ് ചെക്ക് ചെയ്തത്. എന്നിട്ട് ഉള്ളത് കൊള്ളാവുന്ന എല്ലാവരുമായിട്ടും നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. വാട്സപ്പ് ചാറ്റ് അല്ലാതെ നേരിട്ട് സംസാരിക്കും. എന്നാലേ മനസ്സിലാവും. ഒരു ചായ കുടിച്ച് ഒരു കാഫി കുടിച്ച് നേരിട്ട് സംസാരിക്കും. അപ്പൊ നമുക്കത് ഒന്നിച്ച് പോകാൻ പറ്റുന്ന ആളാണ്, നമുക്ക് സൂപ്പിച്ച് പറയുന്ന ആളാണോ അല്ലയോ എന്നൊക്കെ അപ്പം അറിയാം. സംസാരിക്കുമ്പോൾ ജെനുവിനായിട്ട് പോകുന്ന ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നിച്ച് പോകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. നമ്മൾ ഒരുപാടൊന്നും പറയാതെ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. അപ്പൊ ജീവിതം എളുപ്പമാണ്. പറഞ്ഞിട്ട് മനസ്സിലാക്കിക്കേണ്ട അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും അവരുടെ സ്റ്റാൻഡിൽ അവർ നിൽക്കത്തുള്ളൂ. എന്നെ നിങ്ങൾ മനസ്സിലാക്കണം.
മനസ്സിലായി. എന്നെ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പെരുമാറുന്നത്. എന്തിനും ഇതിനൊരു ആർഗ്യുമെന്റ് ചെയ്തപ്പോൾ അത് സംസാരിക്കുമ്പോൾ ആദ്യം ചിരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതിൻ്റെ അടിയിലുള്ള അവസ്ഥ ഓപ്പോസിറ്റാന്ന് പറഞ്ഞ് ഒബ്സർവ് ചെയ്യും, മനസ്സിലാവും. ഉള്ളതീ കൊള്ളാവില്ല. നമുക്ക് ഇതിപ്പം ചകഞ്ഞു നോക്കാനൊന്നും പറ്റത്തില്ല, കീറി പൊളിച്ച് നോക്കാൻ പറ്റത്തില്ല, ചക്കയല്ലേ. അപ്പോൾ ഒരു കല്യാണം കഴിക്കുക, അത് കൊള്ളത്തില്ല അധികം കിട്ടുമോ, അതും കൊള്ളത്തില്ല അത് കിട്ടും. ഒരു 4-5 എണ്ണം കിട്ടുമ്പോൾ കൊള്ളാവുന്ന ഒരാളെ കിട്ടും, അവരുടെ കൂടെ ജീവിക്കും. ഇനി അവർ കൊള്ളത്തില്ല എല്ലാം കളഞ്ഞിട്ട് സന്യാസിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ഇത്രയും പ്ലാനിങ്ങോട് കൂടി പോയാൽ വലിയ കുഴപ്പമില്ല. ആണായാലും പെണ്ണായാലും ഇനിയുള്ള കാലം. ഡൈവേഴ്സ് നല്ല മനോഹരമായ ഒരു ആചാരമാണ് ഡൈവേഴ്സ്. കാരണം കുട്ടികൾ തമ്മിൽ അച്ഛനും അമ്മയും തമ്മിൽ അടിയും ട്രോമയും കണ്ട് അവരുടെ ബാല്യം നശിച്ചു പോകാനും, പെട്ടിക്കകത്ത് തൊണ്ടെന്നുണ്ടാക്കി പെട്ടിക്കകത്ത് പാകസ്ഥയാക്കി കാമുകനെ വേണ്ടിയിട്ട് ഭർത്താവിനെ കൊന്നു കാണുന്നില്ലേ, അല്ലെ ഭാര്യയെ കൊന്നു കാമുകയ്ക്ക് വേണ്ടിയിട്ട്. അടി, വഴക്ക്, കേസ്, കോടതി, ജാമ്യമില്ലാതിരിക്കുക, ജയിലിൽ ഇടുക, ലക്ഷങ്ങളുടെ നഷ്ടം. ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഒന്നിച്ച് പോകാൻ പറ്റത്തില്ലയോ? ഹായ്, പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞ് എത്ര എൻ്റെ എത്ര റെഡി ബായ്, അതനുസരിച്ച് ചിലവാക്കുകയും ചെയ്യാം പൈസ. പെണ്ണും പിള്ളേർ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് തോന്നിയാസം കാണിക്കരുത്. പിന്നെ ഇത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേ ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ ഇരിക്കുകയാണെങ്കിൽ അവർക്കും പരാതിയില്ല. നമുക്ക് എടുത്തുകൊണ്ട് പോക്കോ, നീ കൊണ്ടുവന്ന സ്വർണ്ണം നീ കൊണ്ടുപോക്കും. ലോൺ എടുത്തിട്ട് 2 പേരുടെ വീട് വാങ്ങിക്കാൻ ഇതിനൊന്നും പോവാതിരിക്കും. അത്ര നിന്റെ പൈസ എൻ്റെ കയ്യിൽ, എൻ്റെ പൈസ എൻ്റെ കയ്യിൽ. എപ്പോൾ വേണം ടാറ്റ പറയണം, ഇത് പറയരുത്. അപ്പോൾ ഇതാണോ കെട്ടിയെന്ന് പറയും. ഒരു കാരണവശാലും ആരും അറിയാൻ പാടില്ല ഈ കൊള്ളണ്ടാത്ത ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളിലിരിക്കുന്നത്. നമുക്ക് പണി കിട്ടാതിരിക്കാനാണ് ഇത് പറയുന്നത്. കാലം അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലാതെ ഇതൊരു ഇതായിട്ട് ആരോഗ്യകരമായ രീതിയിൽ അപ്പം വഴക്കില്ലാതെ മ്യൂച്വൽ ഡൈവോഴ്സ് ചിലപ്പം കിട്ടും. വഴക്ക് തുടങ്ങുമ്പോഴേ അങ്ങ് ഡൈവോഴ്സ് ചെയ്തേക്കണം. അടിയായി, വഴക്കമായി, പീഡനത്തിന് കേസൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊക്കെ കൊടുക്കുമല്ലോ എഴുതി. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ഭാഗത്തായിരിക്കും ഇപ്പോൾ ആ സപ്പോർട്ട് കോടതിയുടെ ഒക്കെ. മുമ്പ് വലിയ പാടാണ്. വലിയ അടി വഴക്കം ഉണ്ടാകാതെ ഗുഡ് ബൈ പറഞ്ഞ് പിരിയാം. അപ്പോൾ ആ പിരിയാൻ തയ്യാറായിക്കൊണ്ട് വേണം കെട്ടാൻ. അപ്പോൾ അങ്ങ് വരെ നിൽക്കുമോ ചിലപ്പോൾ. കാരണം നമ്മൾ ആ പിരിയാൻ തയ്യാറായിട്ട് കെട്ടുന്നുണ്ട്, നമുക്കൊരു റെസ്പെക്റ്റ് കാണും, അവർക്ക് ഇങ്ങോട്ടും കാണും. എൻ്റെ ഞാൻ തോന്നുമ്പോഴാണ് എല്ലാ വൃത്തികളും ചെയ്യാൻ തോന്നുന്നത് മനുഷ്യന്. എന്റെ വീട്ടുകാരൻ ഏറ്റവും മോശമായിട്ട് മനുഷ്യൻ പെരുമാറുന്ന അവന്റെ വീട്ടിലാണ്. നാട്ടുകാരനൊക്കെ ഏറ്റവും മാന്യമായിട്ട് പെരുമാറും. സ്വന്തക്കാരായിട്ട് കാണുന്നുണ്ടല്ലേ, വീട്ടുകാരെ അന്യരായിട്ട് കാണും. ഒരിക്കലും സ്വന്തക്കാരായിട്ട് കണ്ടുപോകില്ല. കണ്ടുപോയാൽ ഏറ്റവും മോശമായിട്ട് നമ്മളവിടെ പെരുമാറും. വെളിയിൽ നിന്നുള്ള സ്ട്രെസ് എല്ലാം കൊണ്ട് ഇറക്കി വെക്കാനുള്ള യന്ത്രങ്ങളാണ് നമ്മുടെ വീട്ടുകാർ. വേസ്റ്റ് ബിന്നാണ് നമ്മുടെ വീട്ടുകാർ. അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും അവരെ സുഹൃത്തുക്കളായിട്ട് കാണുന്നു, വെളിയിലുള്ള സുഹൃത്തുക്കളായിട്ട് കാണുന്നു. സ്വന്തക്കാരാണെന്ന് തോന്നിയപ്പോയി. സന്യാസം എന്ന് പറഞ്ഞാൽ അതാ യഥാർത്ഥ സന്യാസം. താന്ത്രിക സന്യാസിയുടെ കാര്യങ്ങളായാലും പറയും. താന്ത്രിക സന്യാസി ഉള്ളിൽ എല്ലാവരും ഉപേക്ഷിക്കും, പുറത്തെല്ലാവരുമായിട്ട് സ്നേഹമായിട്ട് കഴിയും. ഉള്ളിൽ എപ്പോഴേ ആളുകൾ ഉപേക്ഷിച്ചു. കൽപ്പസൂത്രത്തിൻ്റെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് താന്ത്രിക സന്യാസത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് കോഴിക്കോട്.